നമസ്കാരം, സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക്. വിവിധ പ്രശ്നങ്ങളും മുദ്രാവാക്യങ്ങളും ഉയർത്തിക്കൊണ്ട് ഇറാനിൽ നടക്കുന്ന പ്രക്ഷോഭം അവിടുത്തെ ഭരണകൂടത്തിന്റെ സകല പ്രതീക്ഷകളെയും മറികടന്നുകൊണ്ട് അതിവേഗത്തിൽ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരായിട്ടുള്ള ഇറാൻ ഭരണകൂടത്തിന്റെ നടപടികൾ ആളുകളുടെ മരണത്തിലേക്കും പോകുന്നു. സെക്യൂരിറ്റി ഒഫീഷ്യൽസും അല്ലെങ്കിൽ ഒപ്പം തന്നെ പ്രക്ഷോഭകരും കൊല്ലപ്പെടുന്നു. 500-ലധികം ആളുകൾ ഇതുവരെ കൊല്ലപ്പെട്ടു എന്നതാണ് വിവരം. ഇറാനിൽ കാര്യങ്ങൾ കൈവിടുകയാണ്. പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും ചെറുപട്ടണങ്ങളിലുമെല്ലാം പ്രക്ഷോഭകാരികൾ കളം നിറയുന്ന കാഴ്ച ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇറാൻ ഭരണകൂടത്തെ സംബന്ധിച്ച് വേഗത്തിൽ മറികടക്കാൻ കഴിയാത്ത വിധം വിപുലവും ആഴമുള്ളതുമായ ആ പ്രക്ഷോഭം മാറുകയാണ്. കഴിഞ്ഞ 2019-ലും 2022-ലും കണ്ടതിന് സമാനമായ ഒരു പ്രക്ഷോഭം, പക്ഷേ അതിന് ഇപ്പോൾ വ്യാപ്തി കൂടുതലുണ്ട്. റെജീം ചേഞ്ച് എന്ന് പറയുന്ന ആവശ്യം പ്രക്ഷോഭകാരികൾ ഉന്നയിക്കുന്നുണ്ട്. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം മാറണമെന്ന്, ഈ ഖാംനയി ലീഡർഷിപ്പ് മാറണം, ആ സിസ്റ്റം മെക്കാനിസം തന്നെ മാറണം എന്നതാണ് അവരുടെ ആവശ്യങ്ങളിലൊന്നായി ഉയർന്നു കേൾക്കുന്ന ഒന്ന്. എന്നാൽ വൈദേശിക ശക്തികൾ ഇറാനെ തകർക്കാനുള്ള ശ്രമം തുടരുന്നതിന്റെ ഭാഗം മാത്രമാണിത് എന്ന് പറയുന്നു ഇറാൻ ഭരണകൂടം. ഖാംനയി അവരുടെ പരമാധ്യക്ഷൻ പറയുന്നു. അമേരിക്കയും ഇസ്രയേലും ചേർന്നുകൊണ്ട് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെ മാറ്റാൻ പണിയെടുക്കുകയാണെന്ന്, അതിന് ഒരു നിലയ്ക്കും വിട്ടുകൊടുക്കില്ല എന്ന്, നിന്നുകൊടുക്കില്ല എന്ന്, വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് പ്രഖ്യാപിക്കുന്നവർ, സമരം ചെയ്യുന്ന ആളുകൾ ട്രംപിന് വേണ്ടി പണിയെടുക്കുന്നവരായി അധപ്പതിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസത്തെ പ്രാർത്ഥനാ സമ്മേളനത്തിൽ സംസാരിക്കവേ ഖാംനയി പ്രസംഗിച്ച് കണ്ടത്. ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇടപെടാൻ സൈനികമായി ഞങ്ങൾ മടിക്കില്ല എന്ന് ട്രംപ് ഭീഷണി മുഴക്കുന്നു. ട്രംപിൻ്റെ സൈനിക ഇടപെടലിൻ്റെ ഒരു സീസണാണിത്. അദ്ദേഹം വെനസ്വേലയിൽ ഇടപെടുന്നു, ഗ്രീൻലാൻഡിൽ ഇടപെടുമെന്ന് പറയുന്നു, ക്യൂബയിൽ ഇടപെടുമെന്ന് പറയുന്നു. ഇറാന്റെ കാര്യത്തിലും അവിടെ നടക്കുന്ന പ്രക്ഷോഭത്തെ നിങ്ങൾ കായികമായി അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത് എങ്കിൽ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരും എന്ന് അമേരിക്ക ഭീഷണി മുഴക്കുകയാണ്. ഇറാനിലെ റെജീം ചേഞ്ച് എന്ന് പറയുന്നത് അവിടുത്തെ ഭരണകൂടം മാറുക, 79-ലെ വിപ്ലവത്തിലൂടെ വന്ന ഇസ്ലാമിക ഭരണകൂടത്തെ മാറ്റി തങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഭരണകൂടത്തെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഷാ ഡൈനാസ്റ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരാളെ അവിടെ തിരികെ കൊണ്ടുവരിക എന്നുള്ളത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ദീർഘകാല മോഹമാണ്. അതിന് ആഭ്യന്തരമായ ഒരു സംഘർഷവും അല്ലെങ്കിൽ ഒരു ശാന്തിയില്ലായ്മയും സൃഷ്ടിക്കുക എന്നത് അതിൻ്റെ പ്രാഥമികമായ ഘട്ടങ്ങളിലൊന്നായിരിക്കണം. അങ്ങനെയെങ്കിൽ അടുത്തത് ജനാധിപത്യത്തിൻ്റെ പുനഃസ്ഥാപനമെന്നോ മറ്റോ പറഞ്ഞ് അമേരിക്ക സൈനികമായി ഇടപെടാൻ പോവുകയാണ്. അങ്ങനെ ഇടപെട്ടാൽ, ഞങ്ങളുടെ ദേഹത്ത് മണ്ണ് പറ്റിയാൽ നിങ്ങളുടെ ബേസുകൾ ഞങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇറാൻ്റെ മറുപടി, അല്ലെങ്കിൽ വെല്ലുവിളി. ബേസുകൾ എന്ന് പറയുമ്പോൾ തൊട്ടടുത്തുള്ള ഖത്തറിനെ ആക്രമിക്കാം. മുൻപ് അവർ ആക്രമിച്ചിട്ടുണ്ട്. വളരെ സിംബോളിക്കായ ഒരു അറ്റാക്ക് നടത്തിയത് നമുക്ക് ഓർമ്മയുണ്ട്. സൗദി അറേബ്യയെ ആക്രമിക്കാം. അമേരിക്കയുടെ എൽഐയാണ് സൈനികമായി തന്നെയും. അപ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം ചെറുതായിരിക്കില്ല. സോ ഇറാൻ അമേരിക്ക യുദ്ധം ഉണ്ടാവരുത് എന്ന അടിയന്തരമായ ഒരു അനിവാര്യത സൗദി അറേബ്യയുടെയും ഖത്തറിൻ്റെയും UAE-യുടെയും അടക്കമുള്ള എല്ലാ രാജ്യങ്ങളുടെയും മുമ്പിലുണ്ട്. എല്ലാവർക്കും യുദ്ധം ഒഴിവാക്കാൻ ഇടപെടേണ്ട നിലയിലേക്ക് കാര്യങ്ങളെ വികസിപ്പിക്കുകയാണ് ഇറാൻ. ഞങ്ങളെ ആക്രമിച്ചാൽ നിങ്ങളുടെ ബേസുകൾ ആക്രമിക്കും. ഒരുപക്ഷെ ഇസ്രായേലിനെതിരായിട്ടുള്ള ആക്രമണം പോയി വികസിക്കാം. ഇറാൻ ഒരു സാധാരണ രാജ്യമല്ല, സൈനികമായി പവർഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണെന്നുകൊണ്ട് തന്നെ അത് റീജിയണൽ വാറിലേക്ക് മാറാം. ഇറാനുമായി സൈനിക സഹകരണമുള്ള റഷ്യ അതിനകത്ത് എന്തുമാത്രമുള്ള പൊസിഷൻ എടുക്കും, ചൈന അതിലെന്ത് പൊസിഷൻ എടുക്കും എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന പോലെയൊന്നുമല്ല. അമേരിക്കയോട് ഒരു ഇസ്ലാമിക് റെജീം മുഴുവൻ താഴെ വീണ് പോകുമെന്ന ഭയപ്പാടിൽ ഇറാൻ ഏത് കടന്ന കൈയിലേക്കും കടന്നേക്കാം എന്നത് കാണുന്നതാണ്. അപ്പോൾ വരാൻ പോകുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധമാണോ ദിവസങ്ങളിൽ എന്നാണ് നമ്മൾ സംസാരിക്കുന്ന വിഷയം. എന്നോടൊപ്പം MCA നാസർ, ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് ന്യൂസ് ഹെഡ്, തത്സമയം ചേരുന്നു. സിതാജ് ആലുവ നിരീക്ഷകൻ, ഒപ്പം സിമോഹൻ വർഗീസ് വിദേശകാര്യ നിരീക്ഷകൻ എന്നിവരാണ് ആദ്യം ഉള്ളത്. ആദ്യം സിമോഹൻ വർഗീസ്, അമേരിക്ക ഇറാനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പോകുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ കാണേണ്ടത്? ശ്രീ നിഷാദ്, ഒരു കാര്യം ഉറപ്പാണ്, ഒരു റെജീം ചേഞ്ച് എന്ന ഒരു നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് അമേരിക്ക. അതുകൊണ്ട് 47 വർഷമായി, 4 പതിറ്റാണ്ടിലധികമായി തുടരുന്ന ഇറാന്റെ രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ മാറ്റമുണ്ടാകണം. ഒരു അമേരിക്ക അനുകൂല ഭരണകൂടം വേണമെങ്കിൽ, ഒരു പാവ ഭരണകൂടം എന്ന് വേണമെങ്കിലും പറയാം. അതുകൊണ്ട് ജൈവികമായി ഇറാനുള്ളിൽ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു പ്രതിഷേധം, അത് സ്വാഭാവികമായി അമേരിക്കൻ ഉപരോധം കൊണ്ടുണ്ടാകുന്നതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം അമേരിക്കയുടെ കടുത്ത ഉപരോധമാണ്. വെനസ്വേലയ്ക്കെതിരെ എണ്ണ ഉപരോധം പ്രഖ്യാപിച്ചതുപോലെ ഏറെക്കാലമായി ആണവ വിഷയത്തിൽ ഇറാനെതിരെ കടുത്ത ഉപരോധമാണ് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇറാന്റെ എണ്ണ ബാഹ്യ ലോകത്ത്
ചൈനയിലേക്ക് വിൽക്കാൻ സാധിക്കുന്നുണ്ട്, പക്ഷെ മറ്റ് രാജ്യങ്ങളിലേക്ക് ഇറാൻ എണ്ണ കയറ്റുമതി ചെയ്യാൻ കഴിയുന്നില്ല. ഇന്ത്യ പോലും ഇറാനിൽ നിന്നും വൻതോതിൽ എണ്ണ വാങ്ങിയിരുന്നു അടുത്ത കാലം വരെ. ഇപ്പോൾ അമേരിക്ക മാറി ചിന്തിക്കുന്നത് കൊണ്ട് ഇന്ത്യ ഇറാനിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരുന്ന കാഴ്ചയും കണ്ടു. അങ്ങനെ വലിയൊരു റവന്യൂ ഡെഫിസിറ്റ് ഉണ്ടാകുന്നു, വലിയ ക്രൈസിസ് ഉണ്ടാകുന്നു, വലിയ രീതിയിലുള്ള നാണ്യപ്പെരുപ്പം ഉണ്ടാകുന്നു. ഇറാനിയൻ റിയാലിന്റെ മൂല്യം എക്കാലത്തെയും താഴ്ന്ന നിലയിലാണ്. പ്രത്യേകിച്ച് ഡോളറിനെതിരെ ഏതാണ്ട് 14 ലക്ഷം ഇറാനിയൻ റിയാലാണ് $1 എന്ന് പറയുന്നത്. നാണ്യപ്പെരുപ്പം വളരെയധികമാണ്. ഏതാണ്ട് ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് തന്നെ കഴിഞ്ഞ ആഴ്ച ഏതാണ്ട് 48%. യഥാർത്ഥത്തിൽ അതിനേക്കാളും വളരെ കൂടുതലാണ് ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവശ്യ സാധനങ്ങളുടെ ദൗർലഭ്യമുണ്ട്. തൊഴിൽ രഹിതരുടെ എണ്ണം ക്രമാതീതമായി പെരുകിയിരിക്കുന്നു. സ്വാഭാവികമായി ജനം തെരുവിലിറങ്ങും. ഇറാന്റെ 31 പ്രവിശ്യകളിൽ ഏതാണ്ട് 27 പ്രവിശ്യകളിലും അതിശക്തമായ ഗവൺമെന്റ് വിരുദ്ധ പ്രക്ഷോഭങ്ങളുണ്ട്. ഇത് ജൈവികമായി ഉണ്ടായി വന്നതാണ് എന്ന് തോന്നാമെങ്കിലും ഇതിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടതിൽ അമേരിക്കയ്ക്കും വലിയ പങ്കുണ്ട്. അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും അവർ ഏർപ്പെടുത്തിയ ഉപരോധത്തിനും വലിയ പങ്കുണ്ട് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അനുകൂലമായ ഒരു ഗ്ലോബൽ സാഹചര്യം എന്ന് അമേരിക്ക വിലയിരുത്തുന്നു. ഒരു ടെസ്റ്റ് ഡോസ് ആണ് വെനിസ്വലയിൽ സംഭവിച്ചത്. വെനിസ്വലയിൽ അമേരിക്കൻ സൈന്യം പറന്നിറങ്ങി പ്രസിഡന്റ് മഡൂറോയെ ഭാര്യയും തട്ടിക്കൊണ്ടുപോയി അവിടെ തടവിലാക്കി വിചാരണ ചെയ്യുന്ന ഒരു തിരക്കിലാണ്. കാര്യമായ ഒരു റെസിസ്റ്റൻസും ചെറിയ രീതിയിലുള്ള വാചക കസരത്ത് നടന്നു എന്നല്ലാതെ, പ്രതിഷേധങ്ങൾ പലയിടന്ന് നടന്നു എന്നല്ലാതെ കാര്യമായ ഗ്ലോബൽ റെസിസ്റ്റൻസ് ഉണ്ടായില്ല എന്നതാണ് ട്രംപിന് ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇപ്പോൾ ഇതാ ഗ്രീൻലൻഡിലേക്കും മറ്റിടങ്ങളിലേക്കുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായി അനുകൂലമായ അന്തരീക്ഷം ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ ദുർബലപ്പെടുത്താനുള്ള പരമാവധി ശ്രമമാണ്. ഇറാനെ ദുർബലപ്പെടുത്തുക എന്നതല്ല, അമേരിക്കൻ സൈന്യം അവിടെ ഇരച്ചു കയറി ഒരു ഭരണമാറ്റം കൊണ്ടുവരുമെന്ന് ചിന്തിക്കാനുള്ള സമയമായിട്ടില്ല. ഒരുപക്ഷെ ഏറിയൽ ബോംബാർഡ്മെന്റ് ഉണ്ടായേക്കാം, എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട്. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത് അതിനുശേഷം ഏറിയൽ ബോംബാർഡ്മെന്റ് ഉണ്ടായി ഇറാന്റെ ആണവ നിലയങ്ങളിൽ. അമേരിക്കയുടെ ഒരു കണക്കുകൂട്ടൽ പോകുന്നത് ഇങ്ങനെയാണ്: ഇറാന്റെ കേപ്പബിലിറ്റീസ്, നേവൽ കേപ്പബിലിറ്റീസ് മുൻപ് തന്നെ പുറകോട്ട് പോയിരുന്നു ഉപരോധം കാരണം. അതേസമയം മിസൈൽ കേപ്പബിലിറ്റിയിൽ കാര്യമായ ഒരു ഡെന്റിങ് ഉണ്ടായി. ഇസ്രായേലുമായുള്ള ഒരു അറ്റാക്കിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് അമേരിക്കയുടെ കണക്കുകൂട്ടലുണ്ട്. അത് മാത്രമല്ല, ആണവ പദ്ധതി ഏതാനും വർഷം പിന്നോട്ടടിച്ചു എന്നതാണ്. 3 ആണവ നിലയങ്ങളിലെങ്കിലും ശക്തമായ അമേരിക്കൻ ആക്രമണം ഉണ്ടായതുകൊണ്ട് ആണവ കേപ്പബിലിറ്റിയിൽ ഒരുപക്ഷെ ഇറാൻ എത്തി നിന്ന ഒരു ത്രഷ് ഹോൾഡ് സ്റ്റേറ്റസ് ഒരുപക്ഷെ 2-3 വർഷത്തേക്കും കൂടി മാറ്റിവെക്കേണ്ടി വരും. അതുകൊണ്ട് ഉടനടി ഒരു ആണവ ആയുധ ഉപയോഗം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്നൊരു ചിന്ത. ഒരു ആണവ ശക്തിയായി ഇറാൻ മാറുകയാണെങ്കിൽ ആണവ ആയുധങ്ങൾ തന്നെ ഒരു ഡിറ്ററന്റായി മാറും. ഇറാനെ ആക്രമിക്കുന്നതിന് മുമ്പ് 100 വട്ടം അമേരിക്കയ്ക്ക് ആലോചിക്കേണ്ടി വരും. അതുപോലെ നോർത്ത് കൊറിയയെ അമേരിക്ക എന്തുകൊണ്ട് ആക്രമിക്കുന്നില്ല ചോദിച്ചാൽ യഥാർത്ഥത്തിൽ അവരുടെ ആണവ ശക്തിയാണ്. അതുകൊണ്ട് അവരുടെ പ്രഹരശേഷിയെക്കുറിച്ചോ മിസൈൽസിന്റെ കൃത്യതയെക്കുറിച്ചോ നമുക്ക് കറക്റ്റ് പറയാനാവില്ല. പക്ഷേ ആണവശേഷി തന്നെയാണ്. ആ ഒരു ഡിറ്ററൻസ് എന്ന ഒരു ത്രഷോൾഡ് എത്തി നിൽക്കുന്നതിന് മുൻപ് തന്നെ ഇടപെടണം. ഒന്നുകിൽ ഭരണമാറ്റം സംഭവിക്കണം, അല്ല എങ്കിൽ പരമാവധി ഇറാനെ ദുർബലപ്പെടുത്താനുള്ള നീക്കമുണ്ടാകണം. അവിടെയാണ് അമേരിക്കയുടെ കുശാലിന്റെ ബുദ്ധി അവിടെ പ്രവർത്തിച്ച് കാണുന്നത്. അങ്ങനെ അമേരിക്ക ഒരുക്കിയ ഒരു വലിയ നറേറ്റീവ് ഉണ്ട്. ഇപ്പോൾ ഇതാ വലിയ ബിൽഡപ്പ് നടക്കുകയാണ്. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ, ഇറാന് ചുറ്റുമുള്ള സേനാ താവളങ്ങളിലെ ഒരു മൂവ്മെന്റ് ഒരു അടിസ്ഥാനമാണെങ്കിൽ വലിയ രീതിയിലുള്ള വ്യോമ സംവിധാനങ്ങൾ അവിടെ ഒരുക്കുന്നു. അമേരിക്കൻ കപ്പലുകൾ മധ്യപൂർവ്വ പ്രദേശത്തെ ചെങ്കടൽ, പേർഷ്യൻ ഗൾഫ് മേഖലകളിലേക്ക്. ശരിയാണ്. അപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സൈനികമായ താരതമ്യം ഒരു നിലയ്ക്കും സാധ്യമല്ല. ഇസ്രായേലിന്റെ കാര്യം എടുത്താലും അവർ ഇറാനേക്കാളും മുകളിലായിരിക്കും. കാരണം ഇറാന് വളരാൻ വളരെ പരിമിതികൾ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ തവണ നടന്ന യുദ്ധം വലിയ ഡാമേജ് ഇറാനിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 1000-ലധികം ആളുകൾ കൊല്ലപ്പെട്ട കാര്യം ഖാംനെയി തന്നെ കഴിഞ്ഞ ദിവസം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, പക്ഷേ ഇറാൻ എന്തെങ്കിലും തിരിച്ചു ചെയ്യാൻ ശേഷിയുള്ള ഒരു രാജ്യമാണ്. എന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള അവരുടെ ബേസുകൾ ആക്രമിക്കാൻ ഇറാനെ കൊണ്ട് പറ്റും. മിസൈൽ സാങ്കേതിക വിദ്യയിൽ അത് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. റഷ്യ യുക്രൈൻ വാറിൽ പോലും വലിയ തോതിൽ റഷ്യയെ ആം എയ്ഡ് ചെയ്യുന്നത് ഈ ഡ്രോണിൻ്റെ കാര്യത്തിൽ ഇറാനാണെന്ന് നമുക്കറിയാമല്ലോ. സോ ആ റീജിയനിൽ ഒരു കൊളാറ്ററൽ ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യത എന്തുമാത്രം വലുതാണ് ശ്രീ മോഹൻ വർഗീസ്? നിഷാദ്, ഒരു റീജിയണൽ പവർ എന്ന നിലയിൽ ഇറാന്റെ കേപ്പബിലിറ്റിയെ കുറച്ച് കാണാനാവില്ല. പക്ഷെ ഒരു അമേരിക്കയെ പോലെ ഒരു ഗ്ലോബൽ സാന്നിധ്യമുള്ള ഒരു പവർ അല്ല. പക്ഷെ റീജിയണലി ഒരു നല്ലൊരു മിസൈൽ ശക്തിയാണ്. വലിയ രീതിയിലുള്ള മിസൈൽ സംവിധാനം, വളരെ വലിയൊരു ബിൽഡപ്പ് തന്നെയാണ് ഇറാനുള്ളത്. അത് യുദ്ധത്തിൽ പല പ്രാവശ്യവും തെളിഞ്ഞതുമാണ്.
പക്ഷേ പ്രഹരശേഷിയുടെ കൃത്യത എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇസ്രായേലി മിസൈൽസിന്റെ അത്രയും ഉണ്ടാവില്ല. ഒരു ഇറാന് ബാക്കപ്പ് നൽകാൻ ഇസ്രായേൽ അമേരിക്ക നൽകുന്ന ബാക്കപ്പ് പോലെ ഒരു വൻ ശക്തിക്ക് ഇറാന് ബാക്കപ്പ് നൽകാനില്ല. പലപ്പോഴും ഇറാനാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ റഷ്യക്ക് ഉൾപ്പെടെ ഡ്രോണുകൾ നൽകി യുക്രൈൻ യുദ്ധത്തിൽ സഹായിച്ചുകൊണ്ടിരുന്നതും ഇറാനാണ്. പക്ഷേ നോക്കൂ, ഇതിവിടെ ഒരു മധ്യപൗരസ്ത്യ പ്രദേശത്ത് ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ അമേരിക്ക ഒരു വശത്ത് നിൽക്കുകയും ഏതെങ്കിലും ഒരു അറബ് ഇസ്ലാമിക അല്ലെങ്കിൽ നോൺ അറബ് ഇസ്ലാമിക രാജ്യം മറുവശത്ത് നിൽക്കുകയും ചെയ്യുന്ന പരമ്പരാഗതമായ സംഘർഷം ഉണ്ടായപ്പോൾ എപ്പോഴും അത് ഇറാഖിന്റെ കാര്യത്തിലാണെങ്കിലും ഇറാന്റെ കാര്യത്തിലാണെങ്കിലും ആദ്യം ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ഇസ്രായേലാണ്. സദ്ദാം ഹുസൈനെ പുറത്താക്കാൻ ഫ്ലഷ് ഔട്ട് ചെയ്യാനായി ഓപ്പറേഷൻ ഡെസേർട്ട് ഫോക്സ് 2 പതിറ്റാണ്ട് മുമ്പ് നടന്ന സമയത്ത് സദ്ദാം ഹുസൈന്റെ സ്കഡ് മിസൈലുകൾ പാഞ്ഞത് ടെല്ലവീവിനും ഹൈഫയ്ക്കും നേരെയാണ്. കുറെയൊക്കെ സൗദി അറേബ്യയിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയും പാഞ്ഞു. സമാനമായ ഒരു അന്തരീക്ഷം ഇറാനിൽ നിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഏതെങ്കിലും കാരണവശാൽ അമേരിക്ക ഒരു വലിയ ഒരു ത്രെഷോൾഡ് ഭേദിക്കുകയും ഇറാൻ ഉള്ളിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുകയും ചെയ്താൽ, ഒരു ചെയ്താൽ ഇറാനിൽ നിന്നും ഒരുപക്ഷെ അമേരിക്കൻ താവളങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ, ഖത്തറിലുണ്ടാകാം, ഉണ്ട്, സൗദി അറേബ്യയിലുണ്ട്, മറ്റ് പലയിടങ്ങളിലുണ്ട്, അവിടേക്ക് മിസൈലുകൾ പായും എന്ന കാര്യത്തിൽ സംഘർഷ വ്യാപ്തിയുടെ സാധ്യത അവിടെ ഉണ്ട്. MC നാസർ ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് ഹെഡിനോടൊപ്പം തത്സമയം. ഞാൻ ഒന്ന് പറയാം സിമോൻ വർഗീസ്, MC അങ്ങനെ ഒരു ആശങ്ക മിഡിൽ ഈസ്റ്റിൽ ക്രിയേറ്റ് ചെയ്യുക എന്നതായിരിക്കുമല്ലോ ഇറാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ബേസ് ആക്രമിക്കും എന്ന് പറഞ്ഞാൽ ആശങ്ക ഉണ്ടാക്കുക വഴി അമേരിക്കയോട് അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളെ കൊണ്ട് ഈ അറ്റാക്കിന്റെ സാധ്യത തടയുക, സമ്മർദ്ദം ചെലുത്തി ഒരു യുദ്ധ സാഹചര്യം ഒഴിവാക്കുക എന്ന സ്ട്രാറ്റജി ആയിരിക്കും ഇറാൻ എടുക്കുക. അത് വർക്കാവുമോ? നിഷാദ്, ആ അർത്ഥത്തിലുള്ളൊരു ആശങ്ക ഗൾഫ് രാജ്യങ്ങൾക്കുണ്ട്. കാരണം കഴിഞ്ഞ വർഷം തന്നെ നമുക്കറിയാൻ സാധിക്കും, ജൂണിൽ നടന്ന ഖത്തറിലെ താവളത്തിന് നേരെ നടന്ന ആക്രമണം അത് സൃഷ്ടിച്ചിരിക്കുന്ന വലിയ തോതിലുള്ള പ്രതികരണങ്ങൾ, ഇതേ തുടർന്ന് കുറെ കൂടി ഒരു സമവായത്തിലേക്കും ഒരു പക്വമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടിലേക്കുമാണ് ഗൾഫ് രാജ്യങ്ങളൊക്കെയും എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പം യമനിൽ നടക്കുന്ന യുദ്ധങ്ങൾ പോലും അത് എത്രയും പെട്ടെന്ന് അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് സൗദി അറേബ്യയാണ്. അതോടൊപ്പം തന്നെ ഇറാനുമായിട്ടൊപ്പം നേരത്തെയൊക്കെ ഷിയ സുന്നി വേർതിരിവുകളുടെ പേരിലൊക്കെ വലിയ പ്രതിസന്ധികളും വിഭാഗീയതകളും ഒക്കെ രൂപപ്പെട്ടിരുന്നു. പക്ഷെ പിന്നിട്ട കുറേ വർഷങ്ങളായി കുറെ കൂടി ഒരു പ്രായോഗിക രാഷ്ട്രീയമാണ് ഗൾഫ് രാജ്യങ്ങളൊക്കെയും പിന്നെ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് ഇറാനുമായിട്ട് മുമ്പൊരിക്കലും ഇല്ലാത്ത വിധത്തിലുള്ള നല്ല നയതന്ത്ര ബന്ധത്തിലേക്ക് ഈ രാജ്യങ്ങളൊക്കെ എത്തിച്ചേർന്നിട്ടുമുണ്ട്. പക്ഷേ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം പിന്നിട്ട 45 കൊല്ലത്തിലധികമായി തുടരുന്ന നിലവിലുള്ളൊരു ഭരണകൂടം, ആ ഭരണകൂടത്തിനെതിരെ അതിശക്തമായിട്ടുള്ളൊരു വികാരം, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് കേവലം തെഹ്റാൻ നഗരത്തിൽ മാത്രമല്ല, മഷദിലും കുമ്മിലും തബ്രീസിലും അതേപോലെ ഇറാന്റെ പല നഗരങ്ങളിലേക്കും ആ പ്രക്ഷോഭം ഇന്ന് രാത്രിയിൽ പോലും വളരെ ശക്തമായി തന്നെ തുടരുകയാണ്. ഇത് മാത്രമല്ല, ഏതെങ്കിലും അർത്ഥത്തിലുള്ള അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ ആ തങ്ങൾ തിരിച്ചടിക്കാൻ പോകുന്നത് ഒന്ന് ഇസ്രായേലിനെ ആയിരിക്കും, മറ്റ് രണ്ടാമത് പിന്നെ ഇന്നലെ തന്നെയും ഇറാന്റെ പാർലമെന്റ് സ്പീക്കറും മറ്റും വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കൻ താവളങ്ങളെയാണ്. അതിപ്പം ബഹ്റൈനിലാണെങ്കിൽ നാവിക താവളമുണ്ട് അമേരിക്കയുടെ, ഖത്തറിൽ വ്യോമതാവളമുണ്ട്, അതോടൊപ്പം തന്നെ ഈ മേഖലയിലെ പല അമേരിക്കൻ താല്പര്യങ്ങളുമുണ്ട്. ആ താല്പര്യങ്ങൾക്കെതിരെ ഇപ്പോൾ പോലും അതിശക്തമായിട്ട് അടിക്കാൻ, ഒരു ശക്തമായിട്ടുള്ള ആക്രമണം നടത്താൻ ഇറാന് സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അത് കഴിഞ്ഞ വർഷവും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യം വരുമ്പോൾ ഒരു നീണ്ടു നിൽക്കുന്ന യുദ്ധത്തോട് അമേരിക്കക്കും താല്പര്യമുണ്ട് എന്ന് കരുതാൻ ആവില്ല. കാരണം ഒരു ഈ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ തങ്ങൾ വിചാരിക്കാത്ത രൂപത്തിൽ ജനങ്ങൾ ഒരു ഭരണകൂടത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യം, അത് പ്രയോജനപ്പെടുത്തണം എന്ന് അമേരിക്കക്കുണ്ട്. അത് ഏത് നിലയ്ക്ക് പ്രയോജനപ്പെടുത്തണം, ഏതർത്ഥത്തിലായിരിക്കണം തങ്ങളുടെ ഇടപെടൽ എന്നത് സംബന്ധിച്ച് ഇപ്പോൾ പോലും ഒരു വ്യക്തതയിലേക്ക് എത്തിയിട്ടില്ല. ഇന്നിപ്പോൾ രാവിലെയും ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് അതിശക്തമായിട്ടുള്ള ചില നീക്കങ്ങൾ, ചില നടപടികൾ താൻ കൈക്കൊള്ളുമെന്നാണ്. ഒരുപക്ഷെ നാളെയും മറ്റന്നാളുമായിട്ട് കുറെ കൂടി വ്യക്തമായിട്ടുള്ള ചർച്ചയിലൂടെ ഏത് രീതിയിലായിരിക്കണം ഇറാനെതിരായിട്ടുള്ള നടപടി വേണ്ടത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയിലെത്തും. പക്ഷേ ഇസ്രായേലിന്റെ സമ്മർദ്ദം വലിയ തോതിൽ തന്നെയുണ്ട്. കാരണം ഈ സന്ദർഭത്തെ വളരെ സമർത്ഥമായിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തണമെന്ന് നെതന്യാഹു ഉൾപ്പെടെയുള്ളവർ അമേരിക്കൻ നേതൃത്വത്തെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിമത നേതൃത്വം,
ഇപ്പൊ നേരത്തെ ഇറാഖിന്റെ കാര്യത്തിലൊക്കെ സംഭവിച്ചതാണ്. 2003 അധിനിവേശം നടക്കുമ്പോൾ ഇറാഖിൽ നിന്നുള്ള വിമതർ അമേരിക്കയിൽ ചേക്കേറിയ അവരുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായിട്ടുള്ള സമ്മർദ്ദം അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ടായിരുന്നു 2003 ഇറാഖിനെതിരായിട്ടുള്ള ഒരു അധിനിവേശത്തിന് തുടക്കം കുറിച്ചത്. അവർ നൽകിയിരിക്കുന്ന വ്യാജ തെളിവുകൾ ഉന്നയിച്ചുകൊണ്ടാണ് ആ ആക്രമണത്തിന് ന്യായം ചമച്ചത്. UN മുമ്പാകെ പോലും ആ ക്രെഡിബിൾ ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വെച്ചത് തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഇത്തരം വാദങ്ങളാണ്. ഇപ്പോൾ പിന്നെ വിമത നേതൃത്വം എന്നത് പ്രധാനമായിട്ടും ഷാ റസ പഹ്ലവി, അദ്ദേഹത്തിന്റെ മകൻ പിന്നെ അമേരിക്കയിലാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഈ പിന്നെ പ്രക്ഷോഭ പരിപാടികൾക്ക് അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചരട് വലിക്കുന്നത്. അദ്ദേഹം ഇന്നലെയും ആവശ്യപ്പെട്ടിരിക്കുന്നത് നഗരങ്ങൾ കീഴടക്കുകയായിരിക്കണം നമ്മുടെ പ്രധാന ലക്ഷ്യം, ആ അർത്ഥത്തിലായിരിക്കണം കാര്യങ്ങൾ നീക്കേണ്ടതെന്ന് പ്രക്ഷോഭകരോട് ആവശ്യപ്പെടുന്നുണ്ട്. 109 സുരക്ഷാ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായി തന്നെ ഇറാൻ വ്യക്തമാക്കുന്നത്. അപ്പോൾ അത്രയും വ്യാപകമായിട്ടുള്ള അക്രമ സംഭവങ്ങളാണ് പിന്നിട്ട് ദിവസങ്ങളിലൊക്കെയും ഇറാനിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കൃത്യമായിട്ടുള്ള ചിത്രം ഇനിയും പുറത്തു വന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, 500-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ വിമത വിഭാഗവുമായി ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ സ്ഥിതിഗതികൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇനി ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിലപാട്. എന്തായാലും ഗൾഫ് രാജ്യങ്ങളെ പ്രധാനമായും ഇപ്പം സൗദി അറേബ്യയെ അല്ലെങ്കിൽ ഖത്തറിനെ ബഹ്റൈനെ ഒക്കെ സമ്മർദ്ദത്തിലാക്കി അമേരിക്കയെ കൊണ്ട് യുദ്ധം തടയിക്കുക എന്നൊരു പ്ലാനിൽ ഒരു സ്ട്രാറ്റജി ഇറാൻ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് സാധാരണ നിലയ്ക്ക് മനസ്സിലാക്കാം. പക്ഷേ താജ് ആലുവ ഈ എക്സ്റ്റേണൽ സാധ്യതകളെ മാറ്റി നിർത്തിയാൽ, അമേരിക്ക യുദ്ധം ചെയ്യുമോ ബോംബിടുമോ അല്ലെങ്കിൽ പട്ടാളം വന്നിറങ്ങുമെന്നുള്ള ചോദ്യം മാറ്റി നിർത്തിയാൽ ഇറാൻ സ്വയമായി തന്നെ വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നുണ്ടല്ലോ. ആഭ്യന്തരമായിട്ടുള്ള ഒരു സമരം, സംഘർഷം, അതൊരു പ്രക്ഷോഭ കാറ്റായി മാറിയിരിക്കുകയാണ്. ഇറാൻ ഭരണകൂടത്തിന് സാധാരണ നിലയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും വിധത്തിന് അപ്പുറത്തേക്ക് അത് വലുതാവുന്നുണ്ട്. സോ ഈ ക്രൈസിസിനെ എങ്ങനെയായിരിക്കും അവിടുത്തെ ഇസ്ലാമിക് ഭരണകൂടം കൈകാര്യം ചെയ്യുക? അവർക്കത് ടാക്കിൾ ചെയ്യാൻ പറ്റുമോ? മറികടക്കാൻ പറ്റുമോ? നിഷാദ്, ഇത് മുമ്പ് ഇറാനിൽ പല ആവർത്തി ഇത്തരം പ്രക്ഷോഭങ്ങൾ, വിലക്കയറ്റത്തിനെതിരെ, അതുപോലെ വളരെ ദുർബലമായ സാമ്പത്തിക അവസ്ഥയ്ക്കെതിരെയൊക്കെ ധാരാളം പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രക്ഷോഭങ്ങളെയൊക്കെ ഇറാൻ ഭരണകൂടം പല രൂപത്തിൽ, പലപ്പോഴൊക്കെ ബലം പ്രയോഗിച്ചും ചിലപ്പോഴൊക്കെ പ്രക്ഷോഭകാരികളുമായിട്ട് ചർച്ച ചെയ്തുമൊക്കെ ആയിട്ട് അത് ആ പ്രക്ഷോഭങ്ങളെ മറികടന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ പ്രക്ഷോഭത്തിന്റെ ഒരു പ്രത്യേകത, ഇത് മിക്കവാറും എല്ലാ നഗരങ്ങളിലും എല്ലാ പ്രവിശ്യകളിലും മുമ്പെങ്ങും ഇല്ലാത്ത വണ്ണം അതിശക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭ കൊടുങ്കാറ്റ് തന്നെയാണ് വാസ്തവത്തിൽ ഇറാനെ ഇപ്പോ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെ ഇവിടെ ഇപ്പോ നമ്മൾ നേരത്തെ ഇവിടെ പാനലിസ്റ്റുകൾ പറഞ്ഞു, അതായത് പിന്നെ അമേരിക്കയിലുള്ള വിമത സ്വരങ്ങൾ, പ്രത്യേകിച്ച് മുൻ ഭരണാധികാരി റിസ ഷാ പഹ്ലവിയുടെ മകൻ മുഹമ്മദ് ഷാ പഹ്ലവി, അവരൊക്കെ ഇതിനെ സ്വാധീനിക്കാനും ഇതിനെ ക്ലെയിം ചെയ്യാനും ഇതിനെ ഏറ്റെടുക്കാനും ഒക്കെ മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും ഒരു ശക്തമായ പ്രതിപക്ഷത്തിന്റെ അഭാവം വാസ്തവത്തിൽ ഇറാനിലുണ്ട്. പ്രതിപക്ഷം ഒരു എണ്ണപ്പെടുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന, ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു നേതൃത്വം പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിപക്ഷ ശബ്ദം ഇറാനിൽ ഇല്ല എന്നുള്ളത് ഈ പ്രക്ഷോഭത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗർബല്യമാണ്. എന്ന് മാത്രമല്ല, ഇപ്പൊ നോക്കൂ, ഒരു വിപ്ലവം സാധ്യമാകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു റെജിം ചേഞ്ചിലേക്ക് ഈ പ്രക്ഷോഭങ്ങൾ എത്തണമെങ്കിൽ അതിന് പല ഘടകങ്ങൾ ഒന്നിച്ചു വരേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഏതെങ്കിലും അർത്ഥത്തിൽ ഭരണകൂടത്തിൽ ഭിന്നത ഉടലെടുക്കണം. ഉദാഹരണത്തിന് സെക്യൂരിറ്റി ഫോഴ്സസ് അല്ലെങ്കിൽ മിലിറ്ററിയിലെ പ്രത്യേകമായിട്ടുള്ള വിഭാഗങ്ങൾ, അവിടെ ഉടലെടുക്കുന്ന ഒരു ഭിന്നത, ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളിൽ തന്നെ ഒരു ഭിന്നത ഉടലെടുത്താൽ മാത്രമാണ് വാസ്തവത്തിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഈ പ്രക്ഷോഭം വിജയിക്കാനും അതൊരു വിപ്ലവത്തിന്റെ രൂപത്തിലേക്ക് അത് എത്താനുമുള്ള ഒരു സാധ്യത ഉള്ളത്. പക്ഷേ ഇവിടെ നോക്കൂ, ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രക്ഷോഭങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആർമി, അവിടുത്തെ സൈന്യം, ഇറാൻ സൈന്യം, അതിൽ പ്രധാനപ്പെട്ടത് റവല്യൂഷണറി ഗാർഡും അതുപോലെ തന്നെ മറ്റ് സൈനിക വിഭാഗങ്ങളും ഒക്കെ ഇപ്പോ ഈ പ്രക്ഷോഭകരെ നിയന്ത്രിക്കാനും അവരെ ഒതുക്കാനും അടിച്ചൊതുക്കാനും ഒക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ വിഭാഗങ്ങളും ഒരേ സ്വരത്തിൽ തന്നെ സംസാരിക്കുകയും ഇത് ഒരു ദേശീയ ഭീഷണിയാണ്, ഒരു രാഷ്ട്രം തന്നെ അപകടത്തിലാണ്, എന്ന് മാത്രമല്ല ഇതിന്റെ പിന്നിൽ വിദേശ ശക്തികളാണ്. ആ വിദേശ ശക്തികളാണ് എന്നുള്ളതിന് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമാണ്. കാരണം ഒന്നാമത് ഈ പ്രക്ഷോഭത്തിലേക്ക് എത്തിച്ചത് ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ സാമ്പത്തിക ഉപരോധത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് ഫണ്ട് ഈ പ്രക്ഷോഭകരെ ഇളക്കി വിടുന്നതിന് ധാരാളമായിട്ട് ഫണ്ട് ചെലവഴിക്കപ്പെടുന്നുണ്ട്. ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കഴിഞ്ഞ വർഷം ജൂണിൽ 12 ദിവസത്തെ യുദ്ധം നടത്തുമ്പോൾ തന്നെ ഇസ്രായേലിന്റെ ലക്ഷ്യം ഈ ജനങ്ങൾ ഇളകി വശാക്കണം, ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ രംഗത്ത് വരണം എന്നതായിരുന്നു. പക്ഷെ
അപ്പൊ സംഭവിച്ചത് നേർ വിപരീതമാണ്. എന്ന് പറഞ്ഞാൽ അതുവരെ എതിർ ശബ്ദങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ അടങ്ങി അവരൊക്കെ ഭരണകൂടത്തിന്റെ കീഴിൽ രാജ്യത്തിന് വേണ്ടി ഒന്നിക്കുന്നതാണ് അപ്പോ കണ്ടത്. ഇപ്പോ നേരെ സ്ട്രാറ്റജി ഇറാൻ മാറ്റിയിരിക്കുന്നു. ഒരു ഭാഗത്ത് അമേരിക്കൻ പ്രസിഡന്റിനെ വല്ലാതെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇറാനിൽ ഇടപെടാൻ വേണ്ടി നിരന്തരമായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി 1 ഡസനോളം യാത്ര നെതന്യാഹു അമേരിക്കയിലേക്ക് നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം. ഒരു ഭാഗത്ത് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ മറുഭാഗത്ത് ഈ പ്രക്ഷോഭകാരികളെ ഫണ്ട് ചെയ്തുകൊണ്ടും പ്രത്യേകമായ ചാരവലയങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടും ഒരുപാട് ചാരന്മാർ പിടിക്കപ്പെടുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷെ അതിനിടയിലും ധാരാളമായി ഫണ്ട് ഇറക്കിക്കൊണ്ട് ഈ പ്രക്ഷോഭകാരികളെ അവരെ പ്രലോഭിപ്പിക്കുകയും പ്രകോപിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് രംഗത്തിറക്കാൻ ഇസ്രായേലും അമേരിക്കയും ഒക്കെ രംഗത്തുണ്ട്. അപ്പോ ഇതിന് വാസ്തവത്തിൽ ഇറാൻ ഭരണകൂടത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ ഈ പ്രക്ഷോഭകാരികൾ ഭരണകൂടത്തിനെ മറിച്ചിടാനോ അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തിന് ബാഹ്യമായി ഇടപെട്ടുകൊണ്ട് ഈ ഭരണകൂടത്തെ മാറ്റി നിർത്താനോ സാധിക്കാത്ത ഒരു അവസ്ഥ ഇപ്പോഴും ഇറാനിൽ ആഭ്യന്തരമായിട്ട് നിലവിലുണ്ട്. പക്ഷെ അതേ സന്ദർഭത്തിൽ തന്നെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ തന്നെ ഭരണകൂടം മനസ്സിലാക്കുകയും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം, അവര് തയ്യാറാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഞങ്ങൾ പ്രക്ഷോഭകാരികളുമായി ചർച്ച നടത്താം, എന്താണ് അവരുടെ പ്രശ്നം എന്ന് പഠിക്കാം. പക്ഷെ പ്രശ്നത്തെക്കുറിച്ച് അങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ വ്യക്തമാണ് പ്രശ്നം, സാമ്പത്തിക സ്ഥിതി മോശമാണ്. അതിന് ഇറാൻ ഭരണകൂടത്തിന്റെ കയ്യിൽ പ്രത്യേകിച്ച് ഒരു മാജിക്കും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം നമ്മൾ കാണുന്നു അതിശക്തമായ ഉപരോധം. ഇപ്പോ ഈ പ്രക്ഷോഭത്തിന്റെ മറവിൽ ഉപരോധം വീണ്ടും ശക്തമാക്കാൻ അമേരിക്ക തുനിയുന്നു. അങ്ങനെ ഒരു അവസ്ഥ നിലവിലുണ്ട്. രണ്ടാമതൊരു അവസ്ഥ, ഇറാൻ ഭരണകൂടത്തിന്റെ തന്നെ ചില അതിരുവിട്ട പ്രവൃത്തികൾ, ഉദാഹരണത്തിന് സിറിയൻ ഭരണാധികാരിയെ താങ്ങി നിർത്തുന്നതിന് വേണ്ടി ചെലവഴിച്ച ബില്യൺ കണക്കിൽ ഡോളറുകൾ, അതുപോലെ തന്നെ ഹിസ്ബുള്ളയെയും യമനിലെ ഹൂത്തികളെയും ഒക്കെ പലപ്പോഴായി പിന്തുണച്ചതിന്റെ പേരിലും ഒക്കെ അവർക്ക് വന്ന ഭരണകൂടത്തിന്റെ ചെലവുകൾ, ആ ചെലവുകൾ വാസ്തവത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥിതിയെ പാടെ തകർത്തിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ റഷ്യക്ക് വേണ്ടി പോലും, യുക്രൈൻ അധിനിവേശത്തിന് റഷ്യക്ക് വേണ്ടി പോലും ഇറാന്റെ ആയുധങ്ങളും ഇറാന്റെ ഡ്രോണുകളും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ വന്നു. അപ്പോ ഒരു രാജ്യം ഇത്രയും സാമ്പത്തികമായി ദുർബലമായ ഒരു അവസ്ഥയിൽ ഭരണകൂടം അതൊന്നും പരിഗണിക്കാതെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നതിന് അവരുടെ തന്നെ അതിരുവിട്ട പ്രവൃത്തികൾ ന്യായമായും കാരണമായിട്ടുണ്ടെന്ന് ഈ പ്രക്ഷോഭകാരികൾ ചിന്തിക്കുന്നു. സ്വാഭാവികമായിട്ടും അത്തരം നടപടികളെ കുറിച്ചുള്ള ഗൗരവതരമായ ആലോചന ഭരണകൂടം ജനങ്ങളുടെ മുന്നിൽ വെക്കുകയും ആ പ്രക്ഷോഭകാരികൾക്ക് അത്തരം ഉറപ്പുകൾ കൊടുക്കുകയും ചെയ്താൽ മാത്രമാണ് ഏതെങ്കിലും അർത്ഥത്തിൽ ഈ പ്രക്ഷോഭകാരികളുമായിട്ട് ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ടാക്കാൻ കഴിയുമോ ഇറാന് എന്നാണ് ചോദ്യം. PJ വിൻസെന്റ്, ഇറാനെ സംബന്ധിച്ച് ഒരു കാര്യം അവിടെ ഉണ്ട്, ഇറാന്റെ ഭരണപരമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. പ്രോക്സീസിനെ കൊണ്ടു നടക്കാൻ ഇറാൻ ചെലവാക്കുന്ന പണം, അല്ലെങ്കിൽ സിറിയൻ ഭരണാധികാരിയെ നിലനിർത്താൻ ഇറാൻ ഒരു കാര്യവുമില്ലാതെ കൊണ്ടുപോയി തൊലച്ച കോടാനുകൂടി പണം, ഇതൊക്കെ അവിടെ നിൽക്കുന്നു. ആ പ്രശ്നം പ്രക്ഷോഭകാരികൾ ഉന്നയിക്കുന്നതാണ്. പക്ഷെ അതിനപ്പുറം ഇറാന്റെ മുന്നോട്ട് പോക്കിന് തടസ്സമായിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകം സാങ്ഷൻസ് ആണ്, ഉപരോധങ്ങളാണ്, ഈ പറയുന്ന വേലിക്കെട്ടുകളാണ്. സോ ഈ പോപ്പുലേഷനിലെ ബഹുഭൂരിപക്ഷം വരുന്ന യുവാക്കളുടെ ആസ്പിറേഷൻസിനെ മീറ്റ് ചെയ്യാൻ, അങ്ങനെ മീറ്റ് ചെയ്തുകൊണ്ട് ഈ തരത്തിലുള്ള അൺട്രസ്റ്റിനെ മറികടക്കാൻ ഇറാനെ കൊണ്ട് എന്തുമാത്രം പോസിബിൾ ആയിരിക്കും? അല്ല, ഏത് രാജ്യത്തിന്റെയും അടിത്തറ എന്ന് പറയുന്നത് സാമ്പത്തിക സുസ്ഥിരത തന്നെയാണ്. സാമ്പത്തികമായി തകർന്നടിഞ്ഞ മുന്നോട്ട് പോകാൻ യാതൊരുവിധ സാധ്യതകളുമില്ലാത്ത ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രത്യയശാസ്ത്രപരമായോ രാഷ്ട്രീയപരമായോ ഒരു സുസ്ഥിരത കൈവരിക്കാൻ സാധ്യമല്ല. ഇപ്പോ ഒരർത്ഥത്തിൽ സോവിയറ്റ് യൂണിയൻ വിപ്ലവം കയറ്റി അയക്കുന്നിടത്താണ് ആ രാജ്യത്തിന്റെ തകർച്ച ആരംഭിച്ചതെന്ന് പറയാം. ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും വിമോചന പ്രസ്ഥാനങ്ങൾക്കും ആ രാജ്യം കൈയഴിച്ച് സഹായിച്ചു. അതിന്റെ ദേശീയ ആസ്തികളിൽ വലിയൊരു ശതമാനം അത് വിവിധ രാജ്യങ്ങളിൽ, ലോകത്തെല്ലായിടത്തുമുള്ള വിമോചന പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട, അതായത് സാങ്കേതിക വിദ്യ കൈമാറ്റവും നേരിട്ടുള്ള സമ്പത്തിന്റെ വിതരണവും ഒക്കെ അതിന്റെ ഭാഗമായിരുന്നു. സമാനമായ രീതിയിൽ വെസ്റ്റ് ഏഷ്യൻ മേഖലയിൽ ഇസ്ലാമിക വിപ്ലവത്തെ കയറ്റുമതി ചെയ്യുക എന്നുള്ളത് ഒരു ഒഫീഷ്യൽ പോളിസി ആയിരുന്നു ഇറാന്റെ. അതിന്റെ ഭാഗമായി ഈ പ്രോക്സികളെ വളർത്തിയെടുത്തതിൽ ദേശീയ ആസ്തികൾ വലിയ രൂപത്തിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് ഇതിനു മുമ്പ് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതോടൊപ്പം അമേരിക്കൻ സാങ്ഷൻസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇസ്ലാമിക വിപ്ലവം കയറ്റി അയക്കുന്നതോട് കൂടി തന്നെ ആ സുന്നി ഷിയ വിഭജനം ശക്തിപ്പെടുകയും പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലുള്ള എണ്ണ സമ്പന്നമായ സുന്നി രാഷ്ട്രങ്ങൾ
അവര് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ ആധാരമാക്കിയിട്ടുള്ള ഇസ്ലാമിക ജനാധിപത്യം എന്നൊക്കെ പറയുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന സങ്കല്പത്തിലൊക്കെ ആധാരമാക്കിയിട്ടുള്ള വളരെ പുരോഗമനപരമെന്ന് പറയാവുന്ന സങ്കല്പങ്ങളെ ഭയപ്പാടോടുകൂടി കാണുന്ന രാജ്യങ്ങളാണ്. കാരണം അതെല്ലാം ഒന്നുകിൽ കിങ്ഡംസ് ആണ്, അല്ലെങ്കിൽ എമിറേറ്റുകളാണ്. മാത്രമല്ല ഇവയെല്ലാം തന്നെ അമേരിക്കയുടെ പ്രൊട്ടക്ടറേറ്റുകളാണ്. അവരുടെ സാമ്പത്തിക രംഗം പൂർണ്ണമായും അമേരിക്കൻ നിയന്ത്രണത്തിലാണ്. മാത്രവുമല്ല എണ്ണയാണ് അവരുടെ പ്രധാനപ്പെട്ട വരുമാനം. എണ്ണയുമായി ബന്ധപ്പെട്ട എല്ലാ കച്ചവടവും ഡോളറിലാണ് നടക്കുക. അപ്പം ഡോളറിന്റെ ഹെജിമണി വളരെ കൃത്യമാണ്. അപ്പൊ ഇറാന്റെ ഈ ആശയപരമായ സമരം സ്വാഭാവികമായിട്ടും അവിടുത്തെ എണ്ണ സമ്പന്നമായ ഗൾഫ് രാജ്യങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് അവിടെ സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ശീതയുദ്ധം ഒരു യാഥാർത്ഥ്യമായി മാറിയത്. ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ, അമേരിക്ക ഇടപെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അമേരിക്കയ്ക്ക് ഇടപെടാൻ സാധിക്കുന്ന ഭൗതികമായ സാഹചര്യങ്ങൾ അവിടെ ഉണ്ട് എന്നതുകൂടിയാണ് വാസ്തവം. ഇപ്പോൾ 12 ദിന യുദ്ധം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ. അതിൽ ഇറാന്റെ വളരെ ദുർബലമായ സമ്പദ് വ്യവസ്ഥ വീണ്ടും തകർന്നടിഞ്ഞു എന്ന് നമ്മൾ കാണണം. ആ രാജ്യത്തിന് അതിലെ ജനങ്ങൾക്ക് ഭക്ഷണവും പാർപ്പിടവും ഒക്കെ ഒരുക്കി കൊടുക്കാൻ സാധിക്കണം. അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറ്റാതെ ഏതൊരു തരത്തിലുള്ള ദേശീയതയും പ്രവർത്തനക്ഷമമാവില്ല. അവിടെ പ്രധാനമായും 1979 ഷിയ ദേശീയത, ഷിയ വിപ്ലവം മുന്നോട്ട് വെച്ച ഷിയ തിയോക്രാറ്റിക് നാഷണാലിസമാണ് ആ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. പക്ഷേ ജനങ്ങളുടെ അതിജീവനത്തിന് ആധാരമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അത് പരാജയപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അവരുടെ അതിജീവനത്തിന് മുൻഗണന കൊടുക്കും. അതുകൊണ്ട് ഇപ്പോഴുണ്ടാകുന്ന സമരങ്ങളെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഇടപെടൽ മാത്രമല്ല, ആഭ്യന്തര രംഗത്ത് വികസനവും ജനങ്ങൾക്ക് പ്രാഥമികമായ ജീവിത സൗകര്യങ്ങൾ പോലും ഒരുക്കുന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടതുകൊണ്ടുകൂടിയാണ്. ആ പരാജയപ്പെടൽ പ്രധാനമായിട്ടും അവരുടെ റിസോഴ്സസ് എണ്ണയാണ്. ആ എണ്ണ ലോകത്തേക്ക് കയറ്റി അയക്കാൻ കഴിയാത്തതുകൊണ്ടാണെന്നുള്ളത് വാസ്തവമാണ്. അപ്പൊ അവിടെയാണ് സാമ്രാജ്യത്തിന്റെ ഇടപെടൽ വളരെ പ്രസക്തമായി മാറുന്നത്. ആ ഭരണകൂടത്തിന്റെ, ഇറാനിലെ ഭരണകൂടത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ സമ്പത്ത് പോലും ദേശീയ ആസ്തികളിൽ നിന്ന് സമാഹരിക്കാൻ പറ്റാത്ത വിധം സമഗ്രമായ ഉപരോധം ചുമത്തി ആ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്കയും സഖ്യശക്തികളും ഇസ്രായേലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മുന്നിൽ കണ്ട് അതിനെ അതിജീവിക്കാൻ പറ്റുന്ന തന്ത്രങ്ങളാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ ഗവൺമെന്റ് നേടിയെടുക്കേണ്ടിയിരുന്നത്, ചെയ്യേണ്ടിയിരുന്ന അതാണ്. അതിന് റഷ്യയുടെ സഹായമുണ്ട്, ചൈനയുമായിട്ട് അവർക്ക് നല്ല ബന്ധമാണ്. ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നതിന് പകരം അവരെ നേരിട്ട് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് തന്നെ ഇസ്ലാമിക റവല്യൂഷൻ കയറ്റി അയക്കുന്നതിന് വേണ്ടി വിവിധ രാജ്യങ്ങളിൽ ഒരു ഷിയ നെറ്റ്വർക്ക്, സംഘടിതമായ ഷിയ നെറ്റ്വർക്ക് ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. അതില് ഇറാഖ് ഉണ്ട്, പിന്നെ സിറിയ, ഈ 3 രാജ്യങ്ങളും പിന്നെ ഹിസ്ബുള്ളയും ഹൂത്തികൾ അടക്കമുള്ള ഇറാന്റെ പ്രോക്സികളെയും ചേർത്ത് പശ്ചിമേഷ്യയെ മൊത്തം നിയന്ത്രിക്കാൻ സാധിക്കും. ആ ദിശയിലേക്ക് അവരുടെ ദേശീയ സമ്പത്തുകൾ വിതരണം ചെയ്യുവാനും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രതിസന്ധി. ഇപ്പോഴത്തെ സംഘർഷത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ബാലൻസ് ഓഫ് പവർ എന്ന സിസ്റ്റത്തിലേക്ക് ലോകം മാറി. ഇപ്പോൾ അമേരിക്കൻ ഇടപെടൽ ഉണ്ടായാൽ അതിനെ ബാലൻസ് ചെയ്യാൻ അവിടെ റഷ്യക്ക് മാത്രമേ കഴിയുള്ളൂ, ഒരു സൈനിക ശക്തി എന്ന നിലയിൽ. പക്ഷെ അത്തരത്തിലൊരു ഇടപെടൽ നടത്താൻ റഷ്യക്ക് സാധിക്കുമോ എന്നുള്ളത് സംശയമാണ്. ഉക്രൈൻ യുദ്ധത്തിൽ കെട്ടപ്പെട്ടു പോയ റഷ്യക്ക് സൈനികമായി ഒരുപക്ഷെ ഇറാനെ സഹായിക്കാൻ സാധിക്കും എന്ന് വരില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ അമേരിക്ക വെനിസ്വേലയിലേക്ക് ഇടപെട്ടതുപോലെ അങ്ങേയറ്റത്തെ സാമ്രാജ്യത്വ താല്പര്യം മുൻനിർത്തി നേരിട്ടുള്ള ഒരു ഇടപെടൽ നേരത്തെ സംഭവിച്ചതുപോലെ ഇസ്രായേൽ അമേരിക്ക സഖ്യം ഒരു സാമ്രാജ്യത്വ അധിനിവേശം അവിടെ നടത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിനെ എത്രമാത്രം പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളത് ആശങ്കാകുലമായ കാര്യമാണ്. കാരണം അവിടുത്തെ ആ ഭരണകൂടം, ഞാൻ ചോദിക്കുന്നത് അമേരിക്കക്ക് ഇടപെടാൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പി ജെ വിൻസെന്റ്, അമേരിക്ക ഇടപെടുക എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ ഇടപെടുക എന്ന് വെച്ചാൽ ഇസ്ലാമിക് റെജീമിന്റെ അന്ത്യവും കൂടി ആയിരിക്കുമല്ലോ അത്. ഖാംനെയെ പിടിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ വധിക്കുക, പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാമിക വിപ്ലവത്തിന്റെ അന്ത്യം. പിന്നെ അമേരിക്ക ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടമാണ് വേറെ വരാൻ പോവുക. സോ അവസാനത്തെ പിടച്ചിൽ ഇറാൻ അവിടെ ഒരു കാര്യമായ ഡാമേജ് റീജിയനിലാകെ ഉണ്ടാക്കാനുള്ള സാധ്യത അമേരിക്ക മുൻകൂട്ടി കാണില്ലേ? തീർച്ചയായിട്ടുമുണ്ട്. ഇത് വെനിസ്വേലയിൽ സംഭവിച്ച പോലെ അല്ല ഇറാന് ഇപ്പോഴും ശക്തമായ സൈനിക ശേഷിയുണ്ട്. അവർക്ക് വെസ്റ്റ് ഏഷ്യ മുഴുവനും പടർന്നു കിടക്കുന്ന അവരുടെ പ്രോക്സികളുണ്ട്. അതിശക്തമായ ഒരു സ്പൈ നെറ്റ്വർക്ക് ഉണ്ട്. അവരുടെ കരസേനയും നാവികസേനയും അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും ഇസ്രായേലിനും മാരകമായ പ്രഹരമേൽപ്പിക്കാൻ ശേഷിയുള്ളതുമാണ്.
അതുകൊണ്ട് ഒരു കൺഫ്രണ്ടേഷനിലേക്ക് പോകുന്നത് വളരെ ശ്രദ്ധാപൂർവമായിരിക്കും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. കാരണം ഇറാന്റെ സൈനിക ശേഷിയെ നമുക്ക് വില കുറച്ച് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരു ദേശീയതയാൽ പ്രചോദിതമായി ഇറാൻ ഒറ്റക്കെട്ടായി ആഭ്യന്തരമായി ഇന്റേണൽ കോഹറൻസ്, ആഭ്യന്തരമായ ഐക്യപ്പെടൽ സാധ്യമാക്കാൻ സാധിച്ചാൽ ഇപ്പോഴും അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ അതിന്റെ സൈനിക ശക്തി ഉപയോഗിച്ച് ഇറാനിൽ ഒരു അധിനിവേശം സാധ്യമാവില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതേസമയം ആഭ്യന്തരമായി വിഭജിക്കപ്പെട്ടാൽ അത് വലിയ പ്രതിസന്ധിയാണ്. കാരണം ഇപ്പോൾ അവിടുത്തെ സംഘർഷങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം നമുക്ക് പുറത്ത് കിട്ടുന്നില്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ വെച്ച് 10,000-കണക്കിന് മനുഷ്യർ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നു. ഭരണകൂടത്തെ നേരിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് തെരുവുകൾ കൈയടക്കുന്ന ആയിരക്കണക്കിനോ ഒരുപക്ഷെ ലക്ഷക്കണക്കിനോ ആളുകൾ. അത് നഗര ഗ്രാമ ഭേദമില്ലാതെ അത് വലിയ തരത്തിലുള്ള ഒരു ജനകീയ ഉയർപ്പായി മാറിയിട്ടുണ്ട്. നേരത്തെയൊക്കെ ഇപ്പം ഹിജാബിനെതിരായിട്ടുള്ള സമരത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ അതൊക്കെ ടെഹ്റാൻ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും നിന്നിരുന്നത്. ഒരു ടെഹ്റാൻ വസന്തം എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിൽ പ്രത്യേകിച്ച് യുവാക്കൾ, അതുപോലെ സോഷ്യൽ മീഡിയയിലെ ഇടപെടുന്ന ജെൻസി, പിന്നെ ടെഹ്റാൻ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചുള്ള ഇന്റലക്ച്വൽസ്, വിദ്യാർത്ഥികൾ, അതുപോലെ അക്കാഡമീഷ്യൻസ്, ഒരു മിഡിൽ ക്ലാസ് വിദ്യാസമ്പന്നരായ മിഡിൽ ക്ലാസിന്റെയും ചെറുപ്പക്കാരുടെയും ഒരു സ്വാതന്ത്ര്യ വാഞ്ഛയുടെ പ്രകടമായിട്ടാണ് ഈ ഹിജാബ് വിരുദ്ധ സമരമൊക്കെ വന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലേക്കും ചെറു പട്ടണങ്ങളിലേക്കുമൊക്കെ ഇത് വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്തരം ഒരു സന്ദർഭത്തിൽ ആഭ്യന്തരമായി എത്രമാത്രം ഇറാന് ഐക്യപ്പെട്ട് നിൽക്കാൻ കഴിയും എന്നുള്ളത് ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം അവിടുത്തെ വംശീയമായ വിഭജനങ്ങൾ കൂടുതൽ പ്രകടമായിരിക്കുന്നു എന്നുള്ളതാണ്. അവിടുത്തെ ഏറ്റവും വലിയ വംശീയ ന്യൂനപക്ഷമായ കുർദുകൾ, ആ കുർദുകൾ ഷിയാക്കളാണെന്ന് കാണാം ഭൂരിപക്ഷം. അവർ ഈ വംശീയമായ ഭിന്നത നിമിത്തം, വംശീയമായ അടിച്ചമർത്തൽ നിമിത്തം ഭരണകൂടത്തിനെതിരായ ശക്തമായ നിലപാടെടുക്കുന്നുണ്ട്. അതുപോലെ സൂക്ഷ്മ ന്യൂനപക്ഷമായിട്ടുള്ള ബഹായി വിശ്വാസികൾ, ബഹായി ഫെയ്ത്ത്, അവർ സൂക്ഷ്മ ന്യൂനപക്ഷമാണ്. അവരെല്ലാ വിധത്തിലും അടിച്ചമർത്തലിന് വിധേയമാവാണ്. പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന ഈ ബലൂച്ചികൾ അവിടെ ഒരു വംശീയ ന്യൂനപക്ഷമാണ്. ബലൂജികൾ ഇറാനിലെ റഷീമിനെതിരായിട്ട് അണിനിരക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത്തരം ഘടകങ്ങൾ സൂചിപ്പിക്കുന്നത് ഇറാന്റെ ആഭ്യന്തര രംഗത്ത്, ഭരണരംഗത്ത് യഥാർത്ഥത്തിൽ വിള്ളലുകളൊന്നുമില്ല. പെഷസ്കിയനും അതുപോലെ ആയത്തുല്ല അലി ഖംനേയും അതുപോലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സും അവിടുത്തെ പോലീസും പട്ടാളവും ഒക്കെ ഐക്യപ്പെട്ടു നിൽക്കുന്നുണ്ട്. ഭരണകൂടത്തിൽ വിള്ളലില്ല. അതേസമയം ജനങ്ങളിൽ വലിയ ഒരു വിള്ളൽ പ്രകടമാണ്. നേരത്തെ ഇസ്രായേൽ അമേരിക്ക ആക്രമണത്തിന്റെ കാലത്തൊക്കെ ഒറ്റക്കെട്ടായിട്ട് അവിടുത്തെ ജനത നിന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരു വിഭജിത സമൂഹമായിട്ടാണ് ഇറാന്റെ ആഭ്യന്തര രംഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുക. ഈ സാഹചര്യം വളരെ സവിശേഷമാണെന്ന് കൂടിയാണ്. മോഹൻ വർഗീസ്, അവിടെ ഇപ്പൊ അമേരിക്കയ്ക്ക് എളുപ്പത്തിൽ ആക്രമണം നടത്താൻ കഴിയുന്ന ഒരു രാജ്യമല്ല ഇറാൻ എന്ന് പറയുകയായിരുന്നു PJ വിൻസെന്റ്. അപ്പോൾ അമേരിക്ക ആഗ്രഹിക്കുന്ന എന്താണ്? ആഭ്യന്തരമായി തകർച്ചയുടെ പരമാവധിയിലേക്ക് പോകട്ടെ എന്ന മട്ടിൽ ജനാധിപത്യ വിപ്ലവം എന്ന സംഗതി ഉണ്ടല്ലോ, ഈ ഇഷ്ടമില്ലാത്ത രാജ്യങ്ങളിലൊക്കെ അമേരിക്ക സെറ്റപ്പ് ചെയ്യുന്ന സംഗതി, അത് പരമാവധിയിൽ കുത്തിച്ചെലുത്താനായിരിക്കുമോ അമേരിക്ക ശ്രമിക്കുക? ഇപ്പോൾ ക്യൂബയുടെ കാര്യത്തിൽ വെനസ്വേലയുടെ എണ്ണ കട്ട് ചെയ്തതോടെ 60% എണ്ണ കിട്ടാതെ ആ രാജ്യം ഇപ്പോൾ പെടയാൻ പോവാണ്. അതുപോലെ ഈ രാജ്യങ്ങൾ പരമാവധി അവിടുത്തെ റൂളേഴ്സ് അൺപോപ്പുലർ ആവട്ടെ, ജനങ്ങൾ ഇറങ്ങട്ടെ എന്നത് കുറച്ചുകൂടി നോക്കി നിൽക്കാനായിരിക്കും അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടാവുക ഇപ്പൊ ക്യൂബയുടെയും ഇറാന്റെയും ഒക്കെ കാര്യത്തിൽ? ശ്രീ നിഷാദ്, വെയിറ്റ് ആൻഡ് വാച്ച് എന്നത് അമേരിക്കയുടെ പോളിസി തന്നെയാണ്. ബട്ട് ഹൗ ലോങ് വിൽ അമേരിക്ക വെയിറ്റ്? ഇതാണ് ഇപ്പോൾ ഒരു തിരിയുന്ന ചോദ്യം. നോക്കൂ, ഇറാനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ആഭ്യന്തരമായി ഗവൺമെന്റിനെതിരെ ഉള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇറാന്. അതേസമയം വിദേശത്ത് നിന്ന് വരുന്ന ഒരു ആക്രമണത്തെ ഒരു പരിധിവരെയൊക്കെ പ്രതിരോധിച്ച് നിർത്താം. ഒരു കരയുദ്ധം ഒക്കെ ആത്യന്തികമായി രാജ്യം പിടിച്ചെടുക്കണമെങ്കിൽ ഒരു കരയുദ്ധം സാധിക്കണം. ഒരു നാവിക യുദ്ധത്തിലോ അല്ലെങ്കിൽ മിസൈലുകൾ പായിച്ചുകൊണ്ടോ ഒരിക്കലും രാജ്യത്തെ പിടിച്ചെടുക്കാനാവില്ല. കരയുദ്ധത്തിലേക്ക് പോകാൻ തക്ക ഒരു അന്തരീക്ഷമല്ല ഇറാനിലുള്ളത്. കാരണം അതിശക്തമായ സൈനിക സംവിധാനമുണ്ട്. അമേരിക്കയ്ക്ക് ഒരുപക്ഷെ ഇറാഖിൽ അന്ന് കടന്നു കയറിയതുപോലെ ഒരു കരയുദ്ധത്തിലേക്ക് നീങ്ങാനാവില്ല. പരമാവധി ചെയ്യാനാവുന്നത് റെജീം ചേഞ്ച് ആണ്. സ്വാഭാവികമായി അവിടെ വലിയ രീതിയിലുള്ള അസംതൃപ്തിയുണ്ട്. ശ്രീ PJ വിൻസെന്റ് പറഞ്ഞത് 100% ശരിയാണ്. വംശീയ ന്യൂനപക്ഷങ്ങൾ കടുത്ത അസംതൃപ്തിയിലാണ്. പക്ഷെ അവർക്ക് ശബ്ദിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഭരണകൂടം ദുർബലമായിരിക്കുന്നു. ജൈവികമായി ഉണ്ടായ പ്രക്ഷോഭം തന്നെയാണിത്. കാരണം ഒരു ജെൻസി പ്രക്ഷോഭം എന്ന് ആണല്ലോ നമ്മളിപ്പോൾ പറയുന്നത്. ആധുനിക കാലത്തെ ഏതാണ്ട് എല്ലാ പ്രക്ഷോഭങ്ങളുടെയും മുന്നണിയിൽ നിൽക്കുന്നത് പുതിയ തലമുറയാണ്, ചെറുപ്പക്കാരാണ്.
അത് ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടു, ഭരണമാറ്റമുണ്ടായ പ്രക്ഷോഭത്തിന് പിന്നിൽ നിൽക്കുന്ന കണ്ടു, ശ്രീലങ്കയിൽ അത് കണ്ടു, പാകിസ്ഥാനിൽ സമാനമായ സാഹചര്യം കണ്ടു. എന്തിന്, നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്കയിൽ പോലും പിന്നെ നേപ്പാളിൽ പോലും ഒരു ജൻസി പ്രഭാവം അവിടെ കണ്ടു. അപ്പോൾ സമാനമായ രീതിയിൽ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അത് സ്വയം കൃതാനർത്ഥം എന്ന് വേണമെങ്കിൽ ഗവൺമെന്റ് പറയാം. ഈ അമേരിക്കയോട് പൊരുത്തപ്പെടുക എന്നത് മാത്രമല്ല, ഒരു ഹോക്കിഷ് നിലപാട് സ്വീകരിക്കാതെ നിന്നിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഇറാൻ ഇന്ന് അനുഭവിക്കുന്ന ആ ഒരു സാമ്പത്തികമായ ദുർബലാവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. നോക്കൂ, ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ചവർ ചില സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. സോവിയറ്റ് യൂണിയൻ അതിന്റെ പ്രതാപകാലത്ത് ചെയ്തു കൂട്ടിയ ഒരു വലിയ അബദ്ധമുണ്ട്. അതാണ് വിപ്ലവം കയറ്റി അയക്കുക. ശ്രീ പി ജെ വിൻസെന്റ് അത് ഭംഗിയായി പറയുകയും ചെയ്തു. വിപ്ലവം കയറ്റി അയക്കുക, വിവിധ രാജ്യങ്ങളിലേക്ക് കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തെ കയറ്റി അയക്കുക, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ, ആദർശങ്ങൾ കയറ്റുമതി ചെയ്യുക. അതിനുവേണ്ടി വലിയ ഒരു തുകയാണ് അന്നത്തെ സോവിയറ്റ് യൂണിയൻ നീക്കി വെച്ചത്. ആഭ്യന്തരമായ ശൈഥില്യം, സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ശൈഥില്യത്തെ തൃണവൽഗണിച്ചുകൊണ്ട് ഏറെക്കാലം അങ്ങനെ ചെയ്തതിന്റെ പരിണിത ഫലമാണ് അവസാനം ഗ്ലാസ്നോസ്റ്റ് പെരിസ്ട്രോയിക്ക സംഭവിച്ചപ്പോൾ മിഖായിൽ ഗോർബച്ചേവിനെ അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ സോവിയറ്റ് യൂണിയനെ മുന്നോട്ട് കൊണ്ടുപോകാനാവാഞ്ഞതും കമ്മ്യൂണിസം തന്നെ ജനം ചവറ്റുകൊട്ടയിൽ വലിച്ചെറിഞ്ഞതും അതുകൊണ്ടാണ്. അതിൽ നിന്നും പാഠം പഠിച്ചുകൊണ്ടാണ് ചൈന വേറിട്ടൊരു മാതൃക കൊണ്ടുവന്നു. അവിടെ ഒരു ഇക്കണോമിക് ക്യാപിറ്റലിസം, പരമാവധി പ്രത്യയശാസ്ത്രമൊക്കെ വെളിയിൽ പറയാനുള്ളതാണ്. കമ്പോള വ്യവസ്ഥിതിയെ തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് സൈനിക ബലം കൂട്ടുക, രാഷ്ട്രീയ പ്രതിയോഗികളെ അടിച്ചമർത്തുക. അതുകൊണ്ടാണ് ചൈനയിൽ ഒരു വിപ്ലവ സാധ്യത 1989 ടൈനൻമെൻ സ്ക്വയറിൽ ജനങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ, ബെയ്ജിംഗ് സർവകലാശാലയിലെ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി ആഴ്ചകളോളം സ്തംഭിപ്പിച്ചപ്പോൾ ലോകമെല്ലാം ചിന്തിച്ചു, ഇതാ ചൈനയുടെ റെജീം കൊളാപ്സ് ആസന്നമായിരിക്കുന്നു. അങ്ങനെയല്ല സംഭവിച്ചത്. അപ്പൊ ചൈന പരമാവധി ബാഹ്യ ഇടപെടലുകളിൽ നിന്നും ഒഴിവായി നിന്നു. റഷ്യ കാട്ടിയ, അല്ലെങ്കിൽ മുൻകാല സോവിയറ്റ് യൂണിയൻ കാട്ടിയ അബദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു. ഇറാൻ പക്ഷേ സോവിയറ്റ് യൂണിയനിൽ നിന്നും പാഠം പഠിച്ചില്ല, ചൈനയുടെ മാതൃക സ്വീകരിച്ചില്ല. പരമാവധി ഇടങ്ങളിലേക്ക് ഇസ്ലാമിക റവല്യൂഷനെ കയറ്റി അയക്കാനുള്ള ശ്രമങ്ങളാണ്. നേരത്തെ നമ്മൾ ഇവിടെ കേട്ട ഷിയ മിലിഷ്യകൾ, ഇറാഖിലും സിറിയയിലുമുള്ള ഷിയ മിലിഷ്യകളും അതുപോലെ ഹൂതികൾ, ഹമാസ്, ഹിസ്ബുള്ള മുതലായ ഇറാനിയൻ പ്രോക്സീസ്, ഇതെല്ലാം തന്നെ ഇറാന് നൽകിയിരുന്ന ഒരു സുരക്ഷയുണ്ട്. ആ സുരക്ഷ എന്ന് പറയുന്നത് താൽക്കാലിക മാത്രമായിരുന്നു എന്ന ഒരു ചിന്തയാണ് ഇപ്പോഴുള്ളത്. അമേരിക്കയ്ക്ക് അറിയാം യഥാർത്ഥത്തിൽ ഈ ഓയിൽ റിച്ചായ, റിസോഴ്സ് റിച്ചായ ഇസ്ലാമിക ഭരണകൂടങ്ങളെ എങ്ങനെ നിലയ്ക്ക് നിർത്തണമെന്ന് നന്നായി താജാലുവായിപ്പം ഇറാനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളെ മറികടക്കുന്നതിന് അടിച്ചമർത്താനുള്ള പട്ടാളത്തെയും പോലീസിനെയും മാത്രം പോരാ, പ്രക്ഷോഭകരുടെ മനസ്സ് വായിക്കുക, അവരുമായിട്ട് ഒരു മീറ്റിംഗ് പോയിന്റിൽ എത്തുക എന്നത് ഭരണകൂടത്തെ സംബന്ധിച്ച് പ്രധാനമാണ്. ഈ ദിവസങ്ങളിലെ ഖാംനയുടെ പ്രസംഗങ്ങൾ കേട്ടാൽ എല്ലാം വൈദേശിക ആസൂത്രണം എന്ന നിലയ്ക്ക് പറയുകയും പ്രക്ഷോഭകരെ തള്ളിക്കളയുകയുമാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നാണ് അതിൻ്റെ പൊതു സ്വഭാവം. സത്യത്തിൽ ഇറാൻ 79 വലിയ വിപ്ലവം ഉണ്ടാക്കി വരികയും ഒരു രാഷ്ട്രം നിർമ്മിക്കുകയും ആ രാഷ്ട്രം ഈ ഇമ്പീരിയലിസ്റ്റിനെതിരായിട്ട് നിലകൊള്ളുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷെ ആ പൊളിറ്റിക്സിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു തലമുറയല്ല അവിടെ ഉള്ളത് എന്ന യാഥാർത്ഥ്യം അവിടെ ഉണ്ട്. യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ ഇറാൻ്റെ ഫോർമേഷന്, വിപ്ലവ ഇറാൻ്റെ ഫോർമേഷന് ശേഷമുള്ള ദീർഘയുദ്ധത്തിൻ്റെ കാലത്തെ ഓർമ്മിക്കുന്ന തലമുറ, അല്ലെങ്കിൽ വിപ്ലവത്തിൻ്റെ അനുരണനങ്ങൾ ഉള്ളിൽ പേറുന്ന തലമുറ, ആ തലമുറ കുറഞ്ഞുകൊണ്ടിരിക്കുകയും പുതിയൊരു തലമുറ അതിലേക്ക് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഈ അന്തരം സത്യത്തിൽ ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ ഖാംനയി ഒരു വയോവൃദ്ധൻ കൂടിയാണ്. അപ്പോൾ ഈ തലമുറയും ഭരണ നേതൃത്വവും തമ്മിലുള്ള വലിയ അന്തരം പ്രശ്നങ്ങളെ ടാക്കിൾ ചെയ്യുന്നതിൽ ഇവരെ ബാധിക്കുന്നുണ്ടോ താജ്? അത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പൊ നമ്മൾ നോക്കൂ, ഇറാൻ ജനതയുടെ 60% പിന്നെ ആളുകളും 30 വയസ്സിൽ താഴെയുള്ള യുവാക്കളാണ്. ഈ ജെൻസി എന്ന് വിളിക്കുന്ന ആ കാറ്റഗറിയിൽപ്പെട്ട യുവാക്കളാണ് ഇറാൻ ജനതയുടെ 60%. നല്ലൊരു എന്ന് പറഞ്ഞാൽ അതിന്റെ സിംഹഭാഗവും അത് തന്നെയാണ്. ആ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്ലാമിക വിപ്ലവം 1979 വിപ്ലവം അതൊരു ഏകാധിപതിക്കെതിരെ സ്വന്തം രാജ്യത്തെ മുഴുവൻ സാമ്രാജ്യത്വ ശക്തികൾക്ക് തീരെഴുതിയ ഒരു ഏകാധിപതിക്കെതിരെ നടത്തിയ ഒരു വിപ്ലവമാണ്. ആ വിപ്ലവത്തിലൂടെയാണ് നമ്മുടെ രാജ്യം, നമ്മുടെ ആ ഒരു കളക്റ്റീവ് ഐഡന്റിറ്റി അത് തിരിച്ചെടുത്തത് എന്നിങ്ങനെയുള്ള അത്തരം വിപ്ലവ വർത്തമാനങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ അത്ര പ്രസക്തമല്ല എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം നിത്യേനയുള്ള ജീവിതത്തിൽ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ, അവർ പിന്നെ
അവരുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ, ഇതൊക്കെ തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. മറ്റേതിനെ സംബന്ധിച്ച് ഇതെല്ലാം മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ദൈനംദിന ആവശ്യങ്ങളും തങ്ങളുടെ ഒരു സമൂഹം, ഒരു ജനത എന്നുള്ള നിലക്കുള്ള അവരുടെ ആസ്പിറേഷൻസ്, അതിനെയൊക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത്തരം പൈതൃകത്തിന്റെ വർത്തമാനങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ചരിത്രം, ആ ഒരു ലീഗസി, അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രചോദിപ്പിക്കുന്നതായേക്കാം. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് രാജ്യം എത്തി നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനല്ല, നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിതമായത് എന്ന് ചിന്തിക്കാനല്ല ഇപ്പോഴത്തെ ഈ തലമുറ പ്രധാനമായിട്ട് മുൻഗണന കൊടുക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം നിത്യേനയുള്ള ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് മുന്നിൽ വരിക. അത് പരിഹരിക്കുന്നതിൽ ഇവിടെ മിക്കവാറും എല്ലാ പാനലിസ്റ്റുകളും ചൂണ്ടിക്കാണിച്ചതുപോലെ ഭരണകൂടം പരാജയപ്പെട്ടതാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ അടിസ്ഥാനം. അങ്ങനെ പരാജയപ്പെടുമ്പോൾ തന്നെ അവർക്ക് പറഞ്ഞു നിൽക്കാൻ ന്യായങ്ങളുണ്ടായിരുന്നു. അതായത് അന്താരാഷ്ട്ര ഉപരോധം, നമ്മുടെ നിലപാടുകളുടെ ഭാഗമായിട്ടുള്ള ആ നിലപാടുകളെ എതിർക്കുന്ന സാമ്രാജ്യത്വ ശക്തികളുടെ അല്ലെങ്കിൽ ഒരു വൻ ശക്തികളുടെയൊക്കെ പിന്നെ ഒരു നിലപാടാണ് നമ്മളെ. ഇപ്പൊ നോക്കൂ, ഈ ഇറാനിയൻ സമ്പദ് വ്യവസ്ഥയെ വാസ്തവത്തിൽ വേണമെങ്കിൽ നമുക്ക് ആ ഇറാനിയൻ പ്രോബ്ലത്തെ അതിനൊരു എഞ്ചിനീയർഡ് ആണ് എന്ന് പറയാം. ഇറാന്റെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് വളരെ ശക്തമായ ബാഹ്യ ഒരു ഘടകം തന്നെയാണ്, അതൊരു ബാഹ്യ പ്രവർത്തനം തന്നെയാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ ഈ പ്രശ്നത്തെ മനസ്സിലാക്കി അതിനെ സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക്, ദേശീയ താല്പര്യങ്ങൾക്ക്, രാജ്യത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു കൃത്യമായ ഒരു പരിഹാരക്രിയയിലേക്കായിരുന്നു ഭരണകൂടം പോകേണ്ടിയിരുന്നത്. പക്ഷേ പിന്നെ വിധി വൈപരീത്യം എന്ന് പറയട്ടെ, പലപ്പോഴും നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് വിപ്ലവം കയറ്റുമതി ചെയ്യാനും അതുപോലെ തന്നെ മറ്റു പല സംഗതികൾക്കും വേണ്ടിയിട്ട് അവർ സമയവും അതുപോലെ തന്നെ സമ്പത്തും ചെലവഴിച്ചു. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇറാൻ അത്തരം വിഷയങ്ങളൊക്കെ മുന്നിൽ ഇരിക്കെ തന്നെ ഒരു സ്വയം പര്യാപ്തതയിൽ മിക്കവാറും ലോക രാജ്യങ്ങൾക്ക് തന്നെ മാതൃകയായ ഒരു രാജ്യമാണ് ഇറാൻ. എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ ഇസ്ലാമിക വിപ്ലവം 1979 വിപ്ലവത്തിന് ശേഷം തൊട്ടുടനെ 8 വർഷത്തോളം സദ്ദാം ഹുസൈനെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക ഇറാഖിനെതിരെ അതിശക്തമായ ഒരു യുദ്ധ പരമ്പര തന്നെ സൃഷ്ടിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ വിപ്ലവം വിജയിച്ച് തൊട്ട് അടുത്ത വർഷം അതിനുശേഷം ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയോ രാജ്യത്തിന്റെ മുൻഗണനകളെയോ ഒന്ന് കണക്കുകൂട്ടിയെടുത്ത് അതിനെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ അവസരം കൊടുത്തിട്ടില്ല. യുദ്ധത്തിലേക്കാണ് ആ രാജ്യം എടുത്തെറിയപ്പെട്ടത്. ആ നീണ്ട 8 വർഷം യുദ്ധത്തിൽ പിടിച്ചു നിന്നു എന്നത് തന്നെ ആ ഭരണകൂടത്തിന്റെ കഴിവിന്റെ തെളിവായിരുന്നു. അതേ സന്ദർഭത്തിൽ തന്നെ രാജ്യത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് ധാരാളമായ പരിശ്രമങ്ങൾ നടത്തി. മിക്കവാറും ഭക്ഷ്യ സ്വയം പര്യാപ്തത നോക്കൂ, നമ്മൾ ഈ മേഖലയിലെ പല രാജ്യങ്ങൾക്കും ഇല്ലാത്ത ഒരു ഗുണം ഇറാനുള്ളത് ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ ഇറാൻ ഏറ്റവും മുന്നിലാണ്. അതുപോലെ തന്നെ അവിടത്തേക്ക് വേണ്ട എല്ലാ സംഗതികളും അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം ഒരു കാര്യങ്ങളിൽ എല്ലാ വിഷയങ്ങളിലും ഒക്കെ ഒരു സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുണ്ട്. ആയുധ മേഖലയിൽ തന്നെ അതിന്റെ ഉപയോഗത്തിന്റെ കാര്യത്തിലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വിഷയങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ ഇറാനിയൻ ഡ്രോണുകൾ, ഇറാനിയൻ മിസൈലുകൾ അത് ഏറ്റവും ശക്തമായ രൂപത്തിൽ നിർമ്മിക്കാനും അത് വളരെ കാര്യക്ഷമമായി പ്രയോഗിക്കാനും ഡെവലപ്പ് ചെയ്യാനും ഒക്കെ അവർക്ക് സാധിച്ചു. അപ്പോൾ ഒരു ഭാഗത്ത് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ രാജ്യത്തിനൊരു പുരോഗതിയുടെയും സുരക്ഷയുടെയും ഒക്കെ ഒരു വഴി ഇതുവരെ തെളിയിക്കാൻ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഭരണകൂടത്തിന്റെ ആ ലാപ്സ് അവിടെ പ്രകടമാണ്, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഭരണകൂടത്തിന് പ്രശ്നങ്ങളെ പൂർണ്ണതോതിൽ കൈകാര്യം ചെയ്യാൻ കഴിയാത്തതോ അല്ലെങ്കിൽ ജനങ്ങളുടെ അഭിലാഷങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തതോ ആയിട്ടുള്ള പ്രശ്നം അവിടെ ഉണ്ട് എന്നത് കാണേണ്ട കാര്യമാണ്. അല്ല, MCA, ഇവിടെ ഇപ്പോൾ ഇറാൻ ചർച്ചയുടെ സന്നദ്ധത അറിയിച്ചു എന്ന് പ്രസിഡന്റ് ട്രംപ് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഒരു ശക്തമായ സൈനിക നടപടി തന്നെ ആലോചിക്കുന്നുണ്ട്, തീരുമാനം വേഗത്തിലെടുത്തേക്കും എന്ന് പറയുന്നു. അതേസമയം ഇറാൻ ഞങ്ങളുമായിട്ട് ചർച്ചയ്ക്കുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്, അതിനുള്ള കാര്യങ്ങൾ നടക്കുന്നേ ഉള്ളൂ. പക്ഷെ അതിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഒരുപക്ഷെ ഞങ്ങൾ വേറൊരു കടുത്ത തീരുമാനം എടുത്തേക്കാം എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ട്. ഈ ചർച്ചകളുടെ ഒരു സാധ്യത എന്തുമാത്രമാണ് ഇപ്പോൾ, അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് എന്താണ്? അതെ, ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം, ചർച്ച ഏത് സ്വഭാവത്തിൽ നടക്കുമെന്നോ ഇറാൻ ഏതർത്ഥത്തിലുള്ള സന്നദ്ധതയാണ് അറിയിച്ചതെന്ന കാര്യത്തിലൊന്നും ഒരു ട്രംപ് വിശദീകരണം നൽകിയിട്ടില്ല. അല്പം മുമ്പ് ഇറാൻ നേതൃത്വത്തിൻ്റെതായിട്ട് പുറത്തു വരുന്ന വാർത്തകൾ ഒരു രാഷ്ട്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഐക്യമാണിപ്പോൾ ഈ ഘട്ടത്തിൽ പ്രധാനം. ആ ഐക്യം നിലനിർത്താൻ വേണ്ടി സാധ്യമായ എല്ലാ നടപടികൾക്കും തങ്ങൾ സന്നദ്ധമാണ് എന്ന ഒരു സന്ദേശമാണ് ഇപ്പോൾ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അല്പം മുമ്പ് വന്നിരിക്കുന്ന മറ്റൊരു വാർത്ത, രക്ഷിത
രക്ഷിതാക്കൾക്ക് മാത്രമായിട്ട് ഇപ്പോൾ പ്രത്യേക SMS സന്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നു. മക്കളെ തെരുവിൽ നിന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾ അവരോട് മടങ്ങാൻ നിർബന്ധിക്കണം. കാരണം അതിശക്തമായിട്ടുള്ള ചില നീക്കങ്ങൾ, സൈനികമായിട്ടുള്ള ചില ആക്രമണ പദ്ധതികളൊക്കെയും ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഈ SMS സന്ദേശം രക്ഷിതാക്കൾക്ക് നൽകിയതെന്ന കാര്യം വ്യക്തമല്ല. പക്ഷെ അതേസമയം തന്നെ മറ്റൊരു വാർത്ത ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് വരുന്നത്, ആരോഗ്യ മന്ത്രാലയം അടിയന്തരമായിട്ടുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നു. ആശുപത്രികളോട് തയ്യാറായി നിൽക്കാൻ, വളരെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ അതിനെ നേരിടാൻ എല്ലാ അർത്ഥത്തിലുള്ള സംവിധാനങ്ങളും ഭൂഗർഭ സംവിധാനങ്ങളിൽ ആശുപത്രികൾ ഒരുക്കുന്നത് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ ഏർപ്പെടാൻ കൂടി ഇസ്രായേൽ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ നേരത്തെ നിഷാൽ സൂചിപ്പിച്ചതുപോലെ വളരെ ഒരു നീണ്ടു നിൽക്കുന്ന കുറെ കൂടി കടുപ്പമുള്ള ഒരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഈ ഘട്ടത്തിൽ ഇറാനെതിരെ ഉണ്ടാകുമെന്ന് കരുതുക സാധ്യമല്ല. പക്ഷെ അതേസമയം നേരത്തെയൊക്കെ പലതവണ ഈ മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിൽ പ്രതീകാത്മകമായിട്ടാണെങ്കിലും ഇറാന് നേരെയുള്ള ഒരു ആക്രമണം ഉണ്ടാകുമെന്ന കൃത്യമായിട്ടുള്ള സൂചന തന്നെയാണ് അമേരിക്കൻ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നതും. ശരി, അതാണ് PJ വിൻസെന്റ്, ഈ ഒരു യുദ്ധത്തിന്റെ സാധ്യതയെ താങ്കൾ എന്തുമാത്രം കാണുന്നു? എല്ലാവരും ഭയപ്പെടുന്ന അതാണ്, ഇറാനെ അമേരിക്ക ആക്രമിച്ചു കളയുമോ എന്ന്. അതേസമയം ഇറാൻ പ്രത്യാക്രമണത്തിന്റെ സാധ്യതകളെക്കുറിച്ചും വലിയ തോതിൽ സംസാരിക്കുന്നുണ്ട്. ഇത് ഒരു യുദ്ധമായി വികസിക്കുക എന്നത് നമ്മൾ സമീപകാലത്ത് പല യുദ്ധങ്ങളും കണ്ടു. യുദ്ധം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ വെനസ്വലയിൽ അമേരിക്ക ഇടപെടുമോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പ്രത്യാക്രമിക്കുമെന്നൊക്കെ വെനസ്വലൻ പ്രസിഡന്റ് പറഞ്ഞു. ബട്ട് എന്താണ് സംഭവിച്ചത് നമ്മൾ കണ്ടു. ഞങ്ങൾ ശക്തമായി പ്രതിരോധിക്കുമെന്ന് ക്യൂബ പറയുന്നു. പക്ഷേ ക്യൂബയ്ക്ക് അതിനെക്കൊണ്ട് കഴിയില്ല എന്നാണ് നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക മുതിർന്നേക്കില്ല, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷനിലൂടെ ഖാംനയെ തട്ടിക്കൊണ്ടുപോകാൻ അമേരിക്ക മുതിർന്നേക്കില്ല എന്നൊക്കെ വിചാരിക്കുന്നത് നമ്മൾ ഈ കണക്കുകൾ, സൈനിക ബലമൊക്കെ വെച്ചിട്ടാണല്ലോ. അതിനപ്പുറം ഒരു പ്ലാൻ അമേരിക്ക ഉണ്ടാവുമോ? ഉണ്ടായിക്കൂടായില്ല. കാരണം ലോകം ബാലൻസ് ഓഫ് പവറിലേക്ക് മാറിക്കഴിഞ്ഞു. കാരണം ശീതയുദ്ധ കാലത്ത് അമേരിക്ക എന്ന സൂപ്പർ പവറിനെ ബാലൻസ് ചെയ്യാൻ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു, നാറ്റോയിനെ ബാലൻസ് ചെയ്യാൻ വാർസോ സഖ്യം ഉണ്ടായിരുന്നു. ഇന്ന് ലോകത്തിൽ അമേരിക്ക എന്ന സൂപ്പർ പവറിനെ ബാലൻസ് ചെയ്യാൻ മറ്റൊരു രാജ്യവുമില്ല. അമേരിക്കയെ പോലെ തന്നെ ഇപ്പൊ റഷ്യയും ഒരു സൂപ്പർ പവറാണ്, സൈനിക സൂപ്പർ പവറാണ്. റഷ്യയെ ബാലൻസ് ചെയ്യാൻ അമേരിക്കയുമില്ല, ചൈനയെ ബാലൻസ് ചെയ്യാനും അമേരിക്കയില്ല. അപ്പൊ ഇപ്പോ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലയ്ക്ക് ഗ്ലോബൽ ക്രമം മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മറ്റേ ഉക്രൈനെ റഷ്യ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ നമുക്ക് ആ അക്രമത്തെ തിരിച്ച് ഒരു ടേബിളിലൂടെ ഡിപ്ലോമാറ്റിക് പ്രോസസ്സിലൂടെ പരിഹരിക്കാൻ പറ്റാതെ വന്നത്. ഇപ്പോ ഈ അമേരിക്ക ഇറാനിൽ ഇടപെടാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇടപെട്ടാലും അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന, ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകവും ഇന്ന് ലോകത്തിലില്ല എന്നുള്ളതാണ് വാസ്തവം. മാത്രവുമല്ല, ഇപ്പോ ഈ ഒരു സംഘർഷത്തിന്റെ ഭാഗമായി ഇസ്രായേലിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് വിപരീത ഫലമായിരിക്കും ഉണ്ടാക്കുക. കാരണം ഈ ഗസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചതാണ്. സ്വാഭാവികമായിട്ടും ഇസ്രായേലിനെതിരായിട്ടുള്ള ഇറാന്റെ മിസൈൽ പ്രയോഗത്തെ ലോകം ഒരർത്ഥത്തിൽ സന്തോഷത്തോടെ കണ്ടത്. അവർക്കത് ആവശ്യമായിരുന്നു എന്നുള്ളതാണ്. അതേസമയം ഇത് ആഭ്യന്തര സംഘർഷത്തിനെയും അമേരിക്ക ഇതിൽ ഇടപെടുന്നതിന്റെയും ഭാഗമായിട്ടാണ് ഇസ്രായേൽ ആക്രമിക്കപ്പെടുന്നതെങ്കിൽ ഇന്ന് കാണുന്ന രൂപത്തിലായിരിക്കില്ല ലോകത്തിന്റെ റെസ്പോൺസ്. ഇതിപ്പം റഷ്യ തന്നെ ഒരിക്കൽ പറയുകയുണ്ടായല്ലോ, 20 ലക്ഷത്തോളം റഷ്യൻ ജൂതന്മാര് ഇസ്രായേലിലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇസ്രായേലിനെ സൈനികമായി ആക്രമിക്കില്ല എന്നുള്ളത്. ഈ രൂപത്തിലുള്ള പുതിയ അലൈൻമെന്റ്സ് ലോകത്തിൽ രൂപപ്പെട്ടു വരും. ആഭ്യന്തര രംഗത്ത് കൂടുതൽ സംഘർഷാത്മകമായ കാര്യങ്ങൾ നീങ്ങിയാൽ, കൂടുതൽ ആളുകൾ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ, ഗ്ലോബൽ പബ്ലിക് ഒപ്പീനിയനും ഇറാന്റെ ഭരണകൂടത്തിനെതിരായി മാറും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഡോക്ടർ മോഹൻ സാർ സൂചിപ്പിച്ചത് വളരെ കാര്യമാണ്. വെയിറ്റ് ആൻഡ് സീ എന്നുള്ള നിലയ്ക്ക് അവിടെ സംഘർഷം കൂടുതൽ വളരാനും ആയിരക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയൊക്കെ ചെയ്താൽ സ്വാഭാവികമായിട്ടും ആ ഭരണകൂടത്തിന്റെ ലെജിറ്റിമസി ചോദ്യം ചെയ്യപ്പെടും. അത്തരമൊരു ഘട്ടത്തിലാണ് അമേരിക്ക അവിടെ ഇടപെടുന്നതെങ്കിൽ ഒരുപക്ഷെ ഇറാന് അനുകൂലമായിട്ടുള്ള ഒരു ഗ്ലോബൽ പബ്ലിക് ഒപ്പീനിയൻ പോലും രൂപപ്പെട്ടു വരില്ല. അതുകൊണ്ട് ഈ പ്രശ്നത്തെ ആഭ്യന്തരമായി അടിയന്തരമായി സോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കണം ഒരു ചിന്താശേഷിയുള്ള ഭരണകൂടം ചെയ്യേണ്ടത്. ആഭ്യന്തര രംഗത്ത് ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാനുള്ള വലിയ ശക്തി അവിടുത്തെ ഭരണകൂടത്തിനുണ്ട്. ആയത്തുള്ള അലി ഖംനേയി, അദ്ദേഹത്തിന് വലിയ പ്രായമുള്ള ആളാണെങ്കിലും വലിയ അംഗീകാരവും
ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ഈ ഷിയാക്കളുടെ ആത്മീയ നേതാവെന്ന നിലയിൽ കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിൽ വലിയ അംഗീകാരവും ആദരവുമുള്ള മനുഷ്യനാണ്. അത്തരത്തിലുള്ള ഘടകങ്ങളെയൊക്കെ രൂപപ്പെടുത്തി ഈ ഇന്റേണൽ കോഹറൻസ്, ആഭ്യന്തരമായ ഐക്യപ്പെടൽ ഉണ്ടാക്കുകയും അടിയന്തരമായി ജനകീയമായിട്ടുള്ള ഈ സമരത്തെ ഡിപ്ലോമാറ്റിക്, അത് ചർച്ച ചെയ്ത് പരിഹരിക്കുകയും വേണം. അഥവാ രക്തച്ചൊരിച്ചിലൂടെയാണത് പരിഹരിക്കാൻ പോകുന്നതെങ്കിൽ അത് വലിയ വിപത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുക. ആ മേഖല മൊത്തം ഇപ്പൊ നിലവിൽ ഇറാനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങൾക്ക് പോലും ഇറാനെ പിന്തുണയ്ക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം 3 രാജ്യങ്ങളാണ് പ്രധാനം. അമേരിക്കയുടെ പെട്രോ ഡോളറിനെ ആധാരമാക്കി ഡോളർ ഹെജിബിനെ നിലനിർത്തണമെങ്കിൽ ലോകത്തിലെ അതിസമ്പന്നമായ 3 ഓയിൽ റിച്ച് കൺട്രീസ്, വെനിസ്വേല, ഇറാൻ, റഷ്യ, ഈ 3 രാജ്യങ്ങളെ നിയന്ത്രിക്കണം. അതിൽ വെനിസ്വേലയെ അവർ കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു. ലോകത്തിലെ മൊത്തം എണ്ണ സോഴ്സസിന്റെ 18% അവിടെയാണുള്ളത്. രണ്ടാമത്തെ ഇറാനാണ്. ഇറാൻ ഈ രൂപത്തിൽ, ഇറാനും റഷ്യയുമാണ് അമേരിക്കക്കെതിരായിട്ട് നിൽക്കുന്നത്. റഷ്യയുടെ കാര്യത്തിൽ ഒരു പക്ഷേ ഉക്രൈൻ യുദ്ധം റഷ്യക്ക് അനുകൂലമായി പരിഹരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ റഷ്യൻ എണ്ണ സ്വാഭാവികമായിട്ടും അത് യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരും. അത് ഡോളറിൽ കൈമാറ്റം ചെയ്യുന്നതിന് റഷ്യക്കും പ്രശ്നമുണ്ടാവില്ല. അപ്പോ അങ്ങനെ വരുമ്പോൾ ആഗോള രാഷ്ട്രീയത്തിൽ പിന്നെ ഇറാൻ മാത്രമായിട്ട് റൗണ്ട് ചെയ്യപ്പെടും എന്നുള്ള ഒരു പ്രതിസന്ധി നിലവിലുണ്ട്. അപ്പോൾ വെനിസ്വേലയിലുള്ള ഇടപെടൽ ഡോളർ ഹെജിമണിയിലേക്ക് അമേരിക്കയ്ക്ക് പെട്രോ ഡോളറിനെ ആധാരമാക്കിയിട്ടുള്ള, അതായത് ഈ ഓയിൽ കച്ചവടം ചെയ്യുന്നത് മുഴുവൻ ഡോളറിലായിരിക്കണം എന്നുള്ളത് അലിഖിത നിയമമാണ്. അതിനെ അതിലംഘിക്കുമ്പോഴാണ് ഡോളർ ഹെജിമണി പൂർണ്ണമായും തകരുക. അത് നിലനിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ട് റഷ്യയുമായിട്ട് നയതന്ത്ര മാർഗത്തിലൂടെയും ഇറാനെയും വെനിസ്വേലയ്ക്കും എതിരെ സൈനിക ശക്തി പ്രയോഗിച്ചും ഈ പെട്രോ ഡോളറിനെ ആധാരമാക്കിയിട്ടുള്ള ഡോളർ ഹെജിബിനെ നിലനിർത്താനായിരിക്കും അമേരിക്ക പരിശ്രമിക്കുക. അതുകൊണ്ട് ഇറാനിൽ ഇടപെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. ശരി, അമേരിക്ക ഇറാനിൽ ഇടപെടാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ കണ്ടുകൊണ്ടാണ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ കഴിയാൻ. സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ശ്രീ PJ വിൻസെന്റ്, ഒപ്പം മോഹൻ വർഗീസ് MCA, താജ് ആലുവായി ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ കമന്റ്സ് രേഖപ്പെടുത്തിയതിന്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് ലോകം എന്തായാലും ആശങ്കയോടെ ഉറ്റുനോക്കുകയാണ്.